ഹായ് ഓൾ, വെൽക്കം ടു സെലക്ടർ. നമ്മൾ ഇന്ന് ആക്ച്വലി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സബ്ജക്റ്റ് ഒന്നുമല്ല. നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ക്ലാസ്സിലൊക്കെ എപ്പോഴും ഞാൻ പറയാറുണ്ടായിരുന്നു, ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കണം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പഠിച്ചതിനകത്തുനിന്ന് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടോ, ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് എങ്ങനെ ആൻസർ ചെയ്യണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ എൻഡ് ഓഫ് ദി ഡേ നമ്മൾ കുറേ തിയറി കാണാപ്പാഠം പഠിക്കുക എന്നുള്ളതല്ല നമ്മുടെ പർപ്പസ്, അല്ലേ? നമുക്ക് ആ എക്സാം ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ പർപ്പസ് എന്ന് പറയുന്നത്. ഒന്നാമത്തെ കാര്യം, നമുക്ക് നെഗറ്റീവ് മാർക്ക് ഇല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് പാസ്സാകാനുള്ള ചാൻസസ് കുറച്ചുകൂടെ കൂടുതലാണ് നമ്മൾ കുറച്ച് എഫേർട്ട് അതിനകത്ത് ഇടാമെന്നുണ്ടെങ്കിൽ. അപ്പോൾ അവിടെ ഒരു റൈറ്റ് ട്രാക്ക് നമുക്ക് പിടിക്കണമെങ്കിൽ എപ്പോഴും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ PYQs ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് ഞാൻ ഈ പറഞ്ഞ നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ ചോദ്യമായിട്ട് വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ഈ ക്ലാസ് കേൾക്കുന്നതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഗുണമുണ്ടോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് ഈ പറഞ്ഞ പ്രീവിയസ് ഇയർ ചോദ്യപേപ്പറുകളൊന്ന് ചെയ്ത് നോക്കണം. അതിനായിട്ട് ഞാനിന്ന് എടുത്തിരിക്കുന്നത് നമ്മുടെ 3rd കാറ്റഗറിയിൽ വരുന്ന ഏപ്രിലിൽ വിളിച്ച പരീക്ഷയുടെ PYQs ആണ് ഞാൻ എടുക്കുന്നത്. അഡോളസെന്റ് സൈക്കോളജി, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, ലേണിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഏരിയ വരുന്നിടത്തെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ആക്ച്വലി ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ചതിൽ നിന്നുള്ള പോർഷനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഒക്കെ ആണോ അല്ലേ എന്നൊക്കെ ഉള്ളത് നമുക്ക് എന്താണെങ്കിലും ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നേരെ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ഏത് ചോദ്യത്തിലും നമ്മൾ ചോദ്യം ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ചോദ്യം നമ്മൾ പറഞ്ഞതിന് ശേഷം ഞാൻ കുറച്ച് സമയം തരാം. ആ സമയത്ത് നിങ്ങളൊരു പെന്നും പേപ്പറും എടുത്തിട്ട് നിങ്ങളുടെ ചോദ്യം അല്ലെങ്കിൽ ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണെന്നുള്ളത് എന്ത് ചെയ്യുക, ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. നിങ്ങളുടെ പേപ്പറിൽ നിങ്ങളുടെ മുന്നിലുള്ളൊരു ബുക്കും പേപ്പറും ഉണ്ടെങ്കിൽ ആ ബുക്കിൽ എന്ത് ചെയ്യുക, ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. അതിനുശേഷം മാത്രം നമുക്ക് എന്ത് ചെയ്യാം, ഞാൻ അതിൻ്റെ ഒരു ആൻസറിലേക്ക് നമുക്ക് പോകാം. എന്നിട്ട് ജസ്റ്റ് അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ നമ്മൾ എവിടെയാണ് പഠിച്ചതെന്നൊക്കെ ഉള്ളത് പറഞ്ഞിട്ട് നേരെ മുന്നിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, റെഡി അല്ലേ? സെറ്റ് അല്ലേ? ബുക്കും പേനയും പേപ്പറും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ? ശരി, അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം, ബയോളജിക്കൽ മോഡൽ ഓഫ് ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് ഈസ് ദ ഐഡിയ അസോസിയേറ്റഡ് വിത്ത് എ പിയാഷെ, ബി ബ്രൂണർ, സി ഷെൽഡൻ, ഡി കാറ്റൽ. അപ്പോൾ ബയോളജിക്കൽ മോഡലാണ്. എന്തിൻ്റെ ബയോളജിക്കൽ മോഡലാണ്? ഇന്റലക്ച്വൽ ഡെവലപ്മെന്റിന്റെ ബയോളജിക്കൽ മോഡൽ കൊണ്ടുവന്നിട്ടുള്ളത് ആരാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആരാണെന്നുള്ളത് ആദ്യം നിങ്ങളൊന്ന് ആൻസർ ചെയ്തേ. ആരാണെന്നുള്ളതിൻ്റെ ആൻസർ ആദ്യം നിങ്ങളൊന്ന് മാർക്ക് ചെയ്യുക. പിയാഷെ ആണോ, ബ്രൂണർ ആണോ, ഷെൽഡൻ ആണോ, കാറ്റൽ ആണോ? ആൻസർ ചെയ്തോ? ആൻസർ ചെയ്തിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം നോക്കാം, ബയോളജിക്കൽ മോഡല് ആരാണ്? പിയാഷെയാണ് കൊണ്ടുവന്നേക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും, അല്ലെ? പിയാഷയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ പറയുന്ന ഒരു ബയോളജിക്കൽ മോഡലിൽ കുറച്ച് സ്റ്റേജസിനെ പറ്റിയിട്ടൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓരോ ഏജ് കാറ്റഗറി കഴിയുമ്പോഴും ഏതൊക്കെ സ്റ്റേജിലേക്കാണ് എങ്ങനെയൊക്കെയാണ് കയറി പോകുന്നതെന്നുള്ള കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് പിയാഷെ പറഞ്ഞിരിക്കുന്ന കുറച്ച് സാധനങ്ങൾ ഉണ്ടായിരുന്നു. ഏതൊക്കെ സ്റ്റേജാന്ന് ഓർക്കുന്നുണ്ടോ? സെൻസറി മോട്ടോർ എന്ന് പറഞ്ഞൊരു സ്റ്റേജിനെ പറ്റി പറഞ്ഞു. പ്രീ ഓപ്പറേഷണൽ എന്ന് പറഞ്ഞൊരു സ്റ്റേജിനെ പറ്റിയിട്ട് അദ്ദേഹം പറഞ്ഞു. കോൺക്രീറ്റ് ഓപ്പറേഷണൽ എന്ന് പറഞ്ഞൊരു സ്റ്റേജിനെ പറ്റിയിട്ട് പറഞ്ഞു. ഫോർമൽ ഓപ്പറേഷണൽ എന്ന് പറഞ്ഞ ഒരു സ്റ്റേജിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓരോ സ്റ്റേജിലെയും ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്നുള്ള കാര്യമൊക്കെ നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഈ പറയുന്ന പിയാഷയെ നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് ആൻസർ മാർക്ക് ചെയ്യാനായിട്ടും ആ ഒരു പോയിന്റ് നമുക്ക് കിട്ടുകയും ചെയ്തേനെ. ഓക്കെ, പിന്നെ നമുക്ക് വന്നിരിക്കുന്നതാണ് ബ്രൂണറും ഷെൽഡനും കാറ്റലും ഒക്കെ. ബ്രൂണർ കൊണ്ടുവന്ന എന്താ, ലൈക്ക് മേ ബി നമുക്കിപ്പോൾ ഈ നമ്മുടെ ഒരു പാറ്റേൺ നമ്മൾ കണ്ടതിനകത്ത് നിന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ചില സമയത്ത് ഈ ഓപ്ഷനിൽ നിന്ന് അടുത്ത വർഷത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാക്കുന്നതായിട്ട് ചിലപ്പോൾ കാണാൻ പറ്റാറുണ്ട്. സോ അപ്പോൾ അതുകൊണ്ട് ഓപ്ഷനിലുള്ള ആൾക്കാരെ കൂടി ഒന്ന് പഠിച്ചു വെച്ചാൽ ബെറ്റർ ആയിരിക്കും. ബ്രൂണർ കൊണ്ടുവന്ന കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ഓർമ്മയുണ്ടോ? 3 കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ട് എനാക്റ്റീവ് എന്നും ഐക്കോണിക് എന്നും സിംബോളിക് എന്നും ഒക്കെ പറഞ്ഞിട്ട് ബ്രൂണർ ഒരു സെറ്റ് ഓഫ് ഡെവലപ്മെന്റൽ സ്റ്റേജസിനെ പറ്റിയിട്ട്, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് സ്റ്റേജസിനെ പറ്റിയിട്ടൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഈ പറയുന്ന ബ്രൂണറിനെയും ഷെൽഡനെയും കാറ്റലിനെയും ഒക്കെ എന്തൊക്കെയായിരുന്നു അവരുടെ കോൺട്രിബ്യൂഷൻസ്, അതിന് ബന്ധപ്പെട്ടിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പഠിച്ചു വെച്ചാൽ നമുക്ക് ഇനി ക്വസ്റ്റ്യൻസ് വന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സുഖമായിട്ട് ഡീല് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ക്ലിയർ ആണോ? സെറ്റ് അല്ലേ? അപ്പം ഇത് ഓർക്കണില്ല എന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ പോയിട്ട് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചതിന് നമ്മൾ നമ്മുടെ പേപ്പർ കംപ്ലീറ്റ് ചെയ്ത ശേഷം വീണ്ടും പോയി ഒന്ന്
വായിച്ച് നോക്കിയാൽ മതിയാകും. ഓക്കെ, ദെൻ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. സെലക്ട് the most suitable combinations related to ICT from the below. Information and communication technology. ICT can help in formative assessment. ICT will hinder the student-teacher relationship. ICT will destroy the creativity among students. ICT will provide real-time interaction with the students and teachers. ICT can provide immediate feedback to students. Option A, B and E only correct. B, A, B and D only correct. C, A, D and E only correct. D, B, D and E only correct. അപ്പോൾ ഞാൻ ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രത്യേകിച്ച് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ നിന്ന് സ്റ്റേറ്റ്മെൻറ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഇഷ്ടംപോലെ വരാറുണ്ട്. സ്റ്റേറ്റ്മെൻറ്റ് ആയിട്ട് ചോദ്യങ്ങൾ വരുമ്പോൾ ലൈക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ആണ്, സ്റ്റേറ്റ്മെൻ്റ് ആണ്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, കൃത്യമായ സ്റ്റേറ്റ്മെൻറ്റുകൾ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ആൻസർ തെറ്റിപ്പോകാനായിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണ് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബിഫോർ നമ്മൾ എക്സ്പ്ലനേഷൻസിലേക്ക് പോകുന്നതിന് മുമ്പ് അതിൽ നിങ്ങൾ നിങ്ങളുടെ ആൻസർ ഒന്ന് മാർക്ക് ചെയ്യും. ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയെ പറ്റിയിട്ടാണ് ചോദ്യം നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്തുനിന്ന് നിങ്ങളുടെ ഉത്തരം ആദ്യം എഴുത്, ദെൻ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ഡിസ്കഷൻ പാർട്ടിലേക്ക് പോകാം. ഓക്കെ, ആൻസർ എഴുതിയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ഈ പറഞ്ഞ ഓപ്ഷനിലേക്ക് നമുക്ക് ആദ്യം പോകാം. അപ്പോൾ ഞാൻ ഈ ഓപ്ഷൻ ഒന്ന് വായിക്കുകയാണ്. ICT ക്യാൻ ഹെൽപ്പ് ഇൻ ഫോർമേറ്റീവ് അസസ്മെൻറ്റ്. ഫോർമേറ്റീവ് അസസ്മെൻറ്റിന് സഹായിച്ചേക്കാം ICT. ഇത് ശരിയാണോ തെറ്റാണോ? ഫോർമേറ്റീവ് അസസ്മെൻറ്റിന് സഹായിക്കത്തില്ല ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി എന്ന് പറയാൻ മാത്രം എവിഡൻസ് എന്തെങ്കിലും നമ്മുടെ കയ്യിലുണ്ടോ? ഇല്ല. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഹെൽപ്പ് ചെയ്യും എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാം. ക്യാൻ ഹെൽപ്പ് ആണല്ലോ, സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു സൈഡ് നമുക്ക് ട്രൂ ആയിട്ട് എടുക്കാം. രണ്ടാമത്തതായിട്ടാണ് ICT വിൽ ഹിൻഡർ ദ സ്റ്റുഡൻറ് ടീച്ചർ റിലേഷൻഷിപ്പ്. ഹിൻഡർ ചെയ്യും, തടയുന്നു എന്നാണ്. അതായത് കുട്ടിയും അധ്യാപകരുമായിട്ടുള്ള ബന്ധത്തെ തടയുന്നു ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി. നമ്മൾ ഏതെങ്കിലും ഒരു ICT മെത്തേഡ് യൂസ് ചെയ്തിട്ട് മേ ബി ഒരു പ്രസൻറ്റേഷൻ ആയിരിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ടെക്നോളജി യൂസ് ചെയ്തെടുത്ത ഒരു വീഡിയോ ലെക്ചർ ആയിരിക്കാം. ഇങ്ങനെ ഏതെങ്കിലും ഒരു കാര്യം കുട്ടികളുമായിട്ടുള്ള ബന്ധത്തെ തടയുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ തടയുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? സ്റ്റുഡൻറ് ടീച്ചർ റിലേഷൻഷിപ്പിന് ഏതെങ്കിലും തരത്തിൽ ICT ഹിൻഡർ ചെയ്യുമെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുമോ? ഇല്ല, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ ഒരു കാര്യം പറയാനായിട്ട് പറ്റത്തില്ല. മൂന്നാമത്തതായിട്ട് പറഞ്ഞതാണ് ICT വിൽ ഡിസ്ട്രോയ്, നശിപ്പിച്ച് കളയും എന്ത്, ക്രിയേറ്റിവിറ്റി എമംഗ് സ്റ്റുഡൻസ്. ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്ന ക്രിയേറ്റിവിറ്റിയെ പറ്റി നമ്മൾ ഓൾറെഡി എൻ്റെ തിയറീസ് കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്ന സാധനത്തിനെ ICT ഡിസ്ട്രോയ് ചെയ്യും എന്ന് വിശ്വസിക്കുന്നുണ്ടോ? നമ്മൾ ഈ പറയുന്ന ഒരു മോഡേൺ ഒരു വീഡിയോ ഒരു കണ്ടന്റ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നു, അല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊരു ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് ICT അല്ലെങ്കിൽ AI ഉപയോഗിച്ച് നിങ്ങളൊരു കുറച്ച് പുതിയ ഒരു കാര്യം, ഒരു പുതിയ മെത്തേഡ് ഓഫ് ടീച്ചിങ് നിങ്ങൾ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ആ ഒരു കാര്യം കുട്ടിയുടെ ക്രിയേറ്റിവിറ്റിയെ ഡിസ്ട്രോയ് ചെയ്യുമെന്നാണ് പറയുന്നത്. നമുക്ക് അങ്ങനെ പറയാൻ പറ്റുമോ? മേ ബി കുട്ടിക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയ രീതിയിൽ തിങ്ക് ചെയ്യാനുള്ള അവസരമല്ലേ കൊടുക്കുക. അപ്പോൾ വിൽ ഡിസ്ട്രോയ്, വിൽ ഹിൻഡർ പോലെയുള്ള എക്സ്ട്രീം ടേംസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളത് എടുത്തുകൊണ്ട് പോകേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, നമുക്കൊരിക്കലും പറയാൻ പറ്റത്തില്ല കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ് ചെയ്ത് കളയും എന്നൊരു കാര്യം എന്ത് ചെയ്യാൻ പറ്റില്ല, പറയാനായിട്ട് സാധിക്കില്ല. നാലാമത്തതാണ് ICT വിൽ പ്രൊവൈഡ് റിയൽ ടൈം ഇൻറ്ററാക്ഷൻ വിത്ത് സ്റ്റുഡൻസ് ആൻഡ് ടീച്ചേഴ്സ്. റിയൽ ടൈമിൽ ഇൻ്ററാക്ട് ചെയ്യാനായിട്ട് പറ്റും. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു പവർ പോയിന്റ് പ്രസൻറ്റേഷൻ വെച്ചുകൊണ്ട് ക്ലാസ് എടുക്കുകയാണ് എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ പോട്ടെ നിങ്ങളൊരു ഓൺലൈൻ സെഷൻ എടുക്കുകയാണ് എന്ന് വിചാരിക്കുക. ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയുടെ കീഴിൽ വരുന്ന കാര്യങ്ങളാണല്ലോ ഇവ രണ്ടും വരുന്നത് കൊണ്ട് കുട്ടികളുമായിട്ടൊരു റിയൽ ടൈം ഇൻ്ററാക്ഷൻ സാധ്യമാകുന്നില്ലേ? അങ്ങനെ സാധ്യമാകാതിരിക്കുന്നില്ലല്ലോ. അപ്പം നമുക്കത് ശരിയായിട്ട് എടുക്കാമല്ലോ. അപ്പം എന്ത് ചെയ്യാം, ഈ ഒരു ഓപ്ഷൻ ശരിയാണ് എന്ന് നമുക്ക് കൺസിഡർ ചെയ്യാം. ഇനി അടുത്തതായിട്ട് പറയുന്ന മറ്റൊരു കാര്യമാണ് ICT ക്യാൻ പ്രൊവൈഡ് ഇമ്മീഡിയറ്റ് ഫീഡ്ബാക്ക് ടു സ്റ്റുഡൻറ്. അതെന്താ, കൊടുക്കാൻ പറ്റുമോ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഫീഡ്ബാക്ക്? നിങ്ങൾ വീഡിയോ ലെക്ചർ ചെയ്തുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഗൂഗിൾ മീറ്റിലോ അല്ലെങ്കിൽ സൂമിലോ നിങ്ങളൊരു ഓൺലൈൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ന് വിചാരിക്കുക.
അവിടെ ഇമ്മീഡിയറ്റ് ആയിട്ടൊരു ഫീഡ്ബാക്ക് കൊടുക്കാനായിട്ട് നിങ്ങളെ കൊണ്ട് പറ്റില്ലേ? കുട്ടിക്ക് ഡൗട്ടാകട്ടെ റിയൽ ടൈമിൽ ചോദിക്കാൻ പറ്റുമല്ലോ. അതേപോലെ ക്ലാസ്സിൽ നിങ്ങൾ അങ്ങനെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി യൂസ് ചെയ്താണ് ക്ലാസ് എടുക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറയുന്ന ക്ലാസ് എടുത്ത് മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റുമല്ലോ. കുട്ടികളുടെ ഡൗട്ടും കാര്യങ്ങളും ഒക്കെ ഇമ്മീഡിയറ്റ്ലി ഫീഡ്ബാക്ക് കൊടുക്കാനായിട്ട് പറ്റുമല്ലോ. അങ്ങനെയാണെങ്കിൽ ഇത് നമുക്ക് കറക്റ്റായിട്ട് എടുക്കാമല്ലോ. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ എ വരണം, ഡി വരണം, ഇ വരണം. എയും ഡിയും ഇയും വരുന്ന ഒറ്റ ഓപ്ഷനല്ലേ ഇവിടെയുള്ളൂ. സോ അവിടെ ആൻസർ ഏതായിട്ട് എടുക്കാം? സി ആണ് അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, സോ രണ്ടാമത്തെ ഉത്തരം ഏതാണ്? സി ആണ്. കറക്റ്റ് ഇതാണ് നിങ്ങൾ മാർക്ക് ചെയ്ത് വെച്ചത് എന്നുണ്ടെങ്കിൽ കൺഗ്രാറ്റുലേഷൻസ്. ഇല്ലെങ്കിൽ അവിടെ ഒരു മുട്ട മാർക്ക് ഇട്ട് വെച്ചു. നമുക്ക് നേരെ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഇൻ ദ തിയറി ഓഫ് സൈക്കോസോഷ്യൽ ഡെവലപ്മെന്റിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ദ സെൻട്രൽ കോൺഫ്ലിക്റ്റ് ഡ്യൂറിങ് ദ സ്റ്റേജ് ഓഫ് ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി ഈസ് എ എക്സ്പ്ലോറിംഗ് ആൻഡ് ടേക്കിംഗ് അപ്പ്, ബി അച്ചീവിങ് എ സെൻസ് ഓഫ് ഐഡന്റിറ്റി, സി അച്ചീവിങ് ഇൻറ്റിമസി ഇൻ റിലേഷൻഷിപ്പ്, ഡി അച്ചീവിങ് കോമ്പീറ്റൻസ് ആൻഡ് മാസ്റ്ററി. ഈ പറയുന്ന സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻറ്റ്, ആരാണ് ഈ പറയുന്ന സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻറ്റ് ആദ്യമായിട്ട് മുന്നിലേക്ക് കൊണ്ടുവച്ചത്? ആളുടെ പേരാദ്യം അറിയണമല്ലോ. ആദ്യം പോകുന്നതിന് മുമ്പ് ബിഫോർ ദാറ്റ് നിങ്ങളൊന്ന് ആൻസർ ചെയ്തേ. എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? വേഗം ആൻസർ പേപ്പറിലേക്ക് മാർക്ക് ചെയ്യുക. അതിനുശേഷം മാത്രം നമുക്ക് മുന്നോട്ടേക്ക് പോകാം. ഓക്കെ, ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ആദ്യം ഈ പറയുന്ന സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ് ആരാ കൊണ്ടുവന്നേ? അതാരാന്ന് അറിയാമെങ്കിലല്ലേ നമുക്ക് ബാക്കിയിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. യെസ്, എറിക്സൺ ആണ് ഈ പറയുന്ന സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ് എന്ത് ചെയ്തിരിക്കുന്നത്? പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അവിടെ ഈ പറയുന്ന എറിക്സൺ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റിൽ കുറേ അധികം സ്റ്റേജുകളെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ആ സ്റ്റേജിൽ കുട്ടികൾ ഫേസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു മനുഷ്യൻ ഫേസ് ചെയ്യുന്ന സൈക്കോ സോഷ്യൽ കോൺഫ്ലിക്റ്റുകളെ പറ്റിയിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഓർമ്മയുണ്ടോ നമ്മൾ പറഞ്ഞത്? ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ്, ഓട്ടോണോമി വേഴ്സസ് ഷെയിം, ഇനീഷ്യേറ്റീവ് വേഴ്സസ് ഗിൽറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ പറഞ്ഞു വരുമ്പോൾ അവിടെ ഇങ്ങനെ ഒരു കാര്യം കാണാം: ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി. ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം വന്നാൽ അത് ഏത് ഏജിലാണ് അവിടെ കിട്ടാവുന്ന വെർച്യു എന്താണ്? ഞാൻ അന്ന് ആ ചാർട്ടൊക്കെ കാണിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെർച്യു എന്താണെന്ന് കൃത്യമായി പഠിച്ചു വെക്കണം. അത് ബേസ്ഡ് ചോദ്യങ്ങൾ ചോദിക്കുമെന്നുള്ളത്. കൃത്യമായിട്ട് അത് ബേസ്ഡ് ചോദ്യങ്ങൾ വന്നത് കണ്ടോ? അപ്പം അതുകൊണ്ട് അന്ന് ഞാൻ ക്ലാസ് എടുത്തപ്പോൾ ആ ഒരു PPT-യിൽ കാണിച്ചിരിക്കുന്ന ചാർട്ടുകളൊക്കെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി എന്ന് പറയുന്ന ഒരു 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 7 to 12 ഇയേഴ്സ് ഏജിലൊക്കെ വരുമ്പോൾ ഉണ്ടാകാവുന്ന ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു സൈക്കോ സോഷ്യൽ കോൺഫ്ലിക്റ്റ് സ്റ്റേജ് ആണ് അല്ലേ? എയ്തർ യു ഹാവ് ടു ഗെറ്റ് കോമ്പീറ്റൻസ് ഓൺ ദാറ്റ് പെർട്ടിക്കുലർ സ്കിൽ, അതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഈ പറയുന്ന ഒരു ഇൻഫീരിയർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും? മാറേണ്ടി വരും എന്നുള്ളൊരു കാര്യം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു സ്റ്റേജിൽ എന്തായിരിക്കും സംഭവിക്കുക? യെസ്, ഇൻഡസ്ട്രി എന്ന് പറയുന്ന ഒരു സ്കില്ലാണ് നിങ്ങൾക്ക് ഡെവലപ്പ് ആകുന്നത് എങ്കിൽ ഡെഫിനറ്റ്ലി യു ഗെറ്റ് സം സോർട്ട് ഓഫ് കോമ്പീറ്റൻസ് എന്ന് പറയുന്ന ഒരു സാധനം നിങ്ങൾക്ക് ഡെവലപ്പ് ആകും. ഇനി ഒരു സാധനം ഡെവലപ്പ് ആയില്ലെങ്കിൽ നിങ്ങൾ എന്താകും? ഇൻഫീരിയർ ആയി പോകും. സോ ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി എന്ന് പറയുന്ന ഒരു കോൺഫ്ലിക്റ്റിൽ നിങ്ങൾ അച്ചീവ് ചെയ്യാൻ പോകുന്ന വെർച്യു ആണ് ഏതെന്ന് പറയുന്നത്? ഈ പറയുന്ന കോമ്പീറ്റൻസ് ആൻഡ് മാസ്റ്ററി എന്ന് പറയുന്ന കാര്യം. ഓക്കെ, അപ്പോൾ അത് ഏത് സ്റ്റേജിലാണ് വരുന്നത് എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ഇനി അടുത്തതായിട്ട് പറയുന്ന മറ്റൊന്നാണ്, നമുക്ക് ബാക്കി ഓപ്ഷൻസിലേക്ക് പോകാൻ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത്തവണ ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി ചോദിച്ചതുകൊണ്ട് ഇനി അടുത്ത തവണ സൈക്കോ സോഷ്യൽ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റിൽ അല്ലെങ്കിൽ സൈക്കോ സോഷ്യൽ കോൺഫ്ലിക്റ്റിൽ അടുത്ത വേറെ എന്തെങ്കിലും ആകാം. മേ ബി ഇനീഷ്യേറ്റീവ് വേഴ്സസ് ഗിൽറ്റ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്? സംഭവിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ അത് ഏതൊക്കെയാണെന്നുള്ളൊരു കാര്യം എന്ത് ചെയ്യണം? നമ്മൾ എന്ത് ചെയ്യണം? പ്രോപ്പറായിട്ട് മനസ്സിലാക്കി വെക്കണം. ദെൻ അതിന് ശേഷം എന്ത് ചെയ്യുക? ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി എടുക്കാനായിട്ട് ശ്രമിക്കുക. ദിസ് ഈസ് ദ
തേർഡ് ക്വസ്റ്റ്യൻ, അപ്പോൾ അച്ചീവിങ് ഇൻറ്റിമസി എപ്പോഴാണ് വരിക, ഒരു സെൻസ് ഓഫ് ഐഡൻറ്റിറ്റി എപ്പോഴാണ് വരിക, എക്സ്പ്ലോറിങ് ആൻഡ് ടേക്കിംഗ് അപ്പോൾ എവിടെയാണ് വരിക എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യണം, പ്രോപ്പറായിട്ട് മനസ്സിലാക്കി വെക്കണം. അപ്പോൾ നമ്മളന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സ്റ്റേജുകളിൽ ഓരോ സ്റ്റേജിലും എന്താണ് അവിടുത്തെ ഒരു ബേസിക് വെർച്യൂ എന്നുള്ള കാര്യം. ഫസ്റ്റ് സ്റ്റേജ് നമ്മൾ തുടങ്ങുന്ന സ്റ്റേജിൽ എന്താ പറഞ്ഞത്, ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു. അവിടെ ഒരു വെർച്യൂ ഡെവലപ്പ് ആകും, അതിൻ്റെ പേരാണ് ഹോപ്പ് എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. രണ്ടാമത്തതാണ് ഓട്ടോണോമി വേഴ്സസ് ഷെയിം എന്ന് പറഞ്ഞൊരു സ്റ്റേജിലേക്ക് പോകും. അവിടെ ഡെവലപ്പ് ചെയ്യുന്ന വെർച്യൂ ആണ് വിൽ എന്ന് പറയുന്നത്. ദെൻ അതിനുശേഷം ഇനീഷ്യേറ്റീവ് വേഴ്സസ് ഗിൽറ്റ് എന്ന് പറയുന്ന അടുത്തൊരു കോൺഫ്ലിക്റ്റ് കുട്ടി ഫേസ് ചെയ്യാനായിട്ട് തുടങ്ങും. അവിടെയാണ് പർപ്പസ് എന്ന് പറയുന്ന ഒരു കാര്യത്തെ പറ്റിയിട്ട് പറഞ്ഞത്. ഇതിനൊക്കെ ഞാൻ കോഡും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ദെൻ അടുത്തതാണ് ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി. ഈ ഒരു കോൺഫ്ലിക്റ്റിൻ്റെ വെർച്യൂ ആയിട്ട് ഫോം ചെയ്യുന്നതാണ് എന്ത്, കോമ്പീറ്റൻസ് അല്ലെങ്കിൽ മാസ്റ്ററി എന്നൊക്കെ പറയുന്ന കാര്യം എന്ന് പറയുന്നത്. ദെൻ അഡോളസെൻ്റ് ഏജിലേക്ക് കയറുന്നു. അഡോളസെൻ്റ് ഏജ് ആണ്, അതുകൊണ്ട് തന്നെ അവിടെ അടുത്തതായിട്ട് അവർ ഫേസ് ചെയ്യാൻ പോകുന്ന കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് ഐഡൻറ്റിറ്റിയിലാണ്. ഐഡൻറ്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരവിടെ ഡെവലപ്പ് ചെയ്യുന്ന വെർച്യൂ എന്ന് പറയുന്നത് എന്താണ്, ഫിഡലിറ്റി എന്ന് പറയുന്ന ഒരു വെർച്യൂ ആണ് എന്ത് ചെയ്യുന്നത് അവരിൽ ഫോം ആകുന്നത്. ദെൻ അതിനുശേഷം വരുന്ന ഒരു അഡോളസൻസ് ഒക്കെ കഴിഞ്ഞൊരു ഏജിലേക്ക് വരുമ്പോഴേക്കും ഈ പറയുന്ന അടുത്തൊരു സ്റ്റേജ് 10-40 വയസ്സ് വരെ ഇൻറ്റിമസി വേഴ്സസ് ഐസൊലേഷൻ എന്ന് പറയുന്ന ഒരു കോൺഫ്ലിക്റ്റ് അവർ ഫേസ് ചെയ്യും. ഈ പറയുന്ന ഇൻറ്റിമസി എന്ന് പറഞ്ഞൊരു സാധനം അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ഗുഡ്, ലവ് ആയിരിക്കും അവർക്ക് എന്ത് ചെയ്യുക, കിട്ടുക. അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു ലൈഫിലേക്ക് അവർ പോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അടുത്ത മറ്റൊരു സ്റ്റേജാണ് ഒരു ആഫ്റ്റർ 40ക്ക് ശേഷമൊക്കെ ഒരു മനുഷ്യൻ ഫേസ് ചെയ്യുന്ന അടുത്തൊരു കോൺഫ്ലിക്റ്റ് സ്റ്റേജാണ് ജനറേറ്റിവിറ്റി വേഴ്സസ് സ്റ്റാഗ്നേഷൻ എന്ന് പറയുന്നത്. അവിടെ ഡെവലപ്പ് ആകുന്ന ലൈക്ക് അവിടെ വെർച്യൂ ആണ് എന്തെന്ന് പറയുന്നത്, കെയർ എന്ന് പറയുന്നത്. ദെൻ അതിനുശേഷം ഒരു 60-65 വയസ്സൊക്കെ കഴിയുമ്പോഴത്തേക്കും വരുന്ന മറ്റൊരു കാര്യമാണ് ഇൻറ്റഗ്രിറ്റി വേഴ്സസ് ഡിസ്പയർ എന്ന് പറയുന്നത്. അവിടെ നമുക്ക് എന്ത് വെർച്യൂ ഡെവലപ്പ് ആകുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും, വിസ്ഡം എന്ന് പറയുന്ന ഒരു വെർച്യൂ ഡെവലപ്പ് ആകുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. സോ എറിക്സന്റെ സൈക്കോ സോഷ്യൽ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻറ്റിൽ കൃത്യമായി നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് പഠിക്കുക എന്നുള്ളത് അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലിയർ അല്ലേ, സെറ്റ് അല്ലേ? ഇനി നേരെ നമുക്ക് നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. അഡോളസൻസ് ഈസ് എ പീരീഡ് ഓഫ് സ്റ്റോം ആൻഡ് സ്ട്രെസ് which indicates A. Emotional detachment, B. Cognitive development, C. Challenges and turmoil, D. Emotional development. അപ്പോൾ നോക്കിക്കേ, ഓപ്ഷൻ നോക്കിക്കേ. ആദ്യം നിങ്ങൾ ആൻസർ മാർക്ക് ചെയ്തേ, ആദ്യം സാധനം ഒന്ന് മാർക്ക് ചെയ്തേ, അതിനുശേഷം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ചെയ്ത് കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം നമുക്ക് നോക്കാം. അഡോളസെൻ്റ് എന്ന് പറയുന്ന ഏജിൽ സ്റ്റോം ആൻഡ് സ്ട്രെസ് എന്ന് പറഞ്ഞൊരു പീരീഡ് ആണെന്ന് പറയാൻ കാര്യം എന്താണ് ഇമോഷണലി ഡിറ്റാച്ച്ഡ് ആകുന്നത് കൊണ്ടാണോ, കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് നടക്കുന്നത് കൊണ്ടാണോ, ചാലഞ്ചസ് ആൻഡ് ടർമോയിൽ കൊണ്ടാണോ, ഇമോഷണൽ ഡെവലപ്മെൻറ്റ് നടക്കുന്നത് കൊണ്ടാണോ? സ്റ്റോം ആൻഡ് സ്ട്രെസ്, കാറ്റും കോളും എന്നൊക്കെ പറയുന്ന പോലെ വളരെ സ്ട്രെസ്ഡ് ആയി പോകുന്ന പീരീഡാണ് ഈ അഡോളസെൻ്റ് എന്ന് പറയുന്നത് അല്ലേ. ഈ പറഞ്ഞ ടീനേജേഴ്സ് എന്ന് നമ്മൾ വിളിക്കുന്ന ആ സമയത്ത് എന്താ സംഭവിക്കുന്നത്, അവരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് ചാലഞ്ചസ്, ലൈക്ക് അവർ അഡൾട്ടായിട്ടും കൺസിഡർ ചെയ്യത്തില്ല, ചൈൽഡായിട്ടും കൺസിഡർ ചെയ്യുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നിൽക്കുമ്പോൾ അവർ കുറേയധികം ചാലഞ്ചസ്, പ്രത്യേകിച്ച് ബോഡി ഫിസിയോളജിക്കലി കുറേയധികം ചേഞ്ചസിൽ കൂടിയൊക്കെ പോകുന്നത് കൊണ്ട് നമുക്ക് എന്താണ് ഈ സ്റ്റോം ആൻഡ് സ്ട്രെസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അവർ ഫേസ് ചെയ്യുന്ന ചാലഞ്ചസിനെയും ടർമോയിലിനെയുമാണ് ഫേസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഏത് ഓപ്ഷനാണ് മാർക്ക് ചെയ്തതെന്നുള്ള കാര്യം ഒന്ന് പ്രോപ്പറായിട്ട് നോക്കുക. നോക്കിയ ശേഷം എന്ത് ചെയ്യുക, പറയുക ശരിയായോ തെറ്റായിട്ടുണ്ടോ എന്നുള്ളത്. അത്യാവശ്യം വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ചോദ്യമായിരുന്നു, പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടേണ്ടതാണ്. ചില സമയത്ത് നമുക്കിവിടെ ഒരു ഡൗട്ട് വരും, ഇമോഷണൽ ഡിറ്റാച്ച്മെൻറ്റ്, ഇമോഷണൽ ഡെവലപ്മെൻറ്റ്, ഇത് രണ്ടും സെയിം ആയിട്ടിരിക്കും, ഇതിലേക്കൊക്കെ പോകാനുള്ള ഒരു ത്വര നമുക്ക് ഉണ്ടാകും. ഇത് രണ്ടുമല്ല, ഇമോഷണലി ഇപ്പോൾ ഡിറ്റാച്ച്ഡ് ആകണമെന്നൊരു നിർബന്ധവും ഇല്ല. ഇമോഷണൽ ഡെവലപ്മെൻറ്റ് എല്ലാ സ്റ്റേജസിലും നടക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പെർട്ടിക്കുലർ പീരീഡിൽ മാത്രമാണ് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പറയാൻ പറ്റത്തില്ല. കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് ഒരിക്കലും അഡോളസെൻ്റ് ഏജിൽ മാത്രം നടക്കുന്ന പ്രോസസ്സല്ല. ഫ്രം യു ലൈക്ക് നമ്മൾ ബർത്ത് ആകുന്ന അല്ലെങ്കിൽ നമ്മൾ ജനിക്കുന്നതിന് മുന്നേ തുടങ്ങുന്ന ഒരു പരിപാടിയാണ് ഈ പറയുന്നൊരു കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സെറ്റ് അല്ലേ, ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു എളുപ്പമുള്ള ചോദ്യം വരും. നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് എന്തായാലും പോവാം. 5th one, how can a teacher leader could enhance പോസിറ്റീവ് കൾച്ചർ ഇൻ സ്കൂൾ? സ്കൂളിൽ
ടീച്ചർ ഒരു ലീഡർ ആകുമ്പോൾ എങ്ങനെയാണ് ഈ ഒരു പോസിറ്റീവ് കൾച്ചർ എൻഹാൻസ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് പറയാം, ബൈ പ്രൊമോട്ടിംഗ് കോമ്പറ്റീഷൻ എമംഗ് സ്റ്റുഡൻസ്, ഇഗ്നോറിംഗ് ദി ഇമ്പാക്ട് ഓഫ് ടീച്ചിങ് പ്രാക്ടീസസ് ഓൺ സ്റ്റുഡൻറ് ലേണിംഗ്, ഐസൊലേറ്റ് ലോ അച്ചീവേഴ്സ് ഫ്രം കോമൺ സ്കൂൾ ഇവൻറ്റ് ബൈ മോഡലിംഗ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആൻഡ് ബിഹേവിയർ. ഇത് ഞാൻ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എടുക്കുന്ന സമയത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ലെക്ചറിങ് ചെയ്ത് ഇങ്ങനെ പോകുമ്പോൾ വളരെ ഫിലോസഫിക്കലായിട്ടൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. ചോദ്യങ്ങൾ അത്ര വലിയ ടഫായിട്ടുള്ളതല്ല, കുറച്ചും കൂടി എളുപ്പമായിട്ടുള്ള രീതിയിൽ നമുക്ക് ആൻസർ ചെയ്യാനായിട്ടൊക്കെ പറ്റുന്ന ചോദ്യങ്ങളാണ് ഇവിടെ വരുന്നതെന്നൊക്കെയുള്ള കാര്യം ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു ക്ലാസ് ജസ്റ്റ് കേട്ടാൽ മതി, നമുക്ക് ആൻസറൊക്കെ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞെങ്കിലും അത്തരത്തിലുള്ള ഒരു അവസരം നമുക്ക് എത്തിയിട്ടുണ്ട്. ടീച്ചിങ് റോൾസിനെ, ടീച്ചർ റോൾസ് എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ നിന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഏരിയ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അവിടെ നിന്ന് ചോദ്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ചോദിക്കുന്നുണ്ട്. ടീച്ചർ ലീഡർ എങ്ങനെ പോസിറ്റീവ് കൾച്ചർ കൊണ്ടുവരും എന്നാണ്. ബിഫോർ ദാറ്റ് നിങ്ങൾ നിങ്ങളുടെ ആൻസർ ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് മുന്നിലേക്ക് പോകാം. ഓക്കെ, ആൻസർ മാർക്ക് ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എങ്ങനെയാണ് കുട്ടികളുടെ ഇടയിൽ കോമ്പറ്റീഷൻ പ്രൊമോട്ട് ചെയ്തുകൊണ്ടാണോ ഒരു ടീച്ചർ ലീഡറിന് ഒരു പോസിറ്റീവ് കൾച്ചർ സ്കൂളിൽ കൊണ്ടുവരാനായിട്ട് പറ്റുക? ആണോ? കോമ്പറ്റീഷൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു പോസിറ്റീവ് കൾച്ചർ അവിടെ വരുമോ? ആ കോമ്പറ്റീഷനിൽ സക്സസ് ആകാൻ പറ്റാത്ത ആൾക്കാരില്ലേ, അപ്പോൾ അവർ ഡൗൺ ആയി പോത്തില്ലേ? അപ്പോൾ നമുക്ക് ആ സാധനം എടുക്കാൻ പറ്റുമോ, ഈ ഓപ്ഷൻ എടുക്കാൻ പറ്റുമോ? ഇല്ല. രണ്ടാമതാണ് ഇഗ്നോറിംഗ് ദി ഇമ്പാക്ട് ഓഫ് ടീച്ചിങ് പ്രാക്ടീസസ് ഓൺ സ്റ്റുഡൻറ് ലേണിംഗ്. സ്റ്റുഡൻറ്റിൻ്റെ ലേണിങ്ങിലുള്ള ടീച്ചിങ് പ്രാക്ടീസുകളുടെ ഇമ്പാക്റ്റുകൾ എങ്ങോട്ട് അവോയ്ഡ് ചെയ്തേക്കുക. എങ്ങനെ പഠിപ്പിച്ചാലും പ്രശ്നമില്ല എന്ന് പറഞ്ഞ രീതിയിൽ പഠിപ്പിച്ചാൽ, അല്ലെങ്കിൽ നമ്മളുടെ ടീച്ചിങ് പ്രാക്ടീസുകളെ കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്താൽ സ്കൂളിൽ ഒരു പോസിറ്റീവ് കൾച്ചർ കൊണ്ടുവരാൻ പറ്റുമോ? ഇല്ല. അത് പോസിറ്റീവ് അല്ല, നെഗറ്റീവ് ആയിട്ടുള്ളൊരു കാര്യമായിരിക്കും അവിടെ സംഭവിക്കുക. ദെൻ അടുത്തതായിട്ട് പറയുന്നതാണ് ഐസൊലേറ്റ് ലോ അച്ചീവേഴ്സ് ഫ്രം കോമൺ സ്കൂൾ ഇവൻറ്റ്. സ്കൂളിൽ കോമൺ ആയി നടക്കുന്നതിൽ നിന്നും ലോ അച്ചീവേഴ്സിനെ ഐസൊലേറ്റ് ചെയ്യുക. ഭയങ്കര ഡിസ്ക്രിമിനേഷൻ അല്ലേ? കുട്ടികളെ നമ്മൾ അങ്ങനെ ഡിസ്ക്രിമിനേറ്റ് ചെയ്ത് കാണാൻ പാടുണ്ടോ? ഇത് തിയററ്റിക്കലി നമ്മൾ അറിയണമെന്നൊന്നും നിർബന്ധമില്ല, നമ്മളത് പഠിക്കണമെന്ന് പോലും ആവശ്യമില്ലാത്ത, നമുക്കൊരു കോമൺ സെൻസ് ഉണ്ടെങ്കിൽ ആൻസർ ചെയ്യാൻ പറ്റാവുന്ന ഒരു ടൈപ്പ് ഓഫ് ചോദ്യമാണിത്. എന്ന് വെച്ചിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റുമെന്നല്ല, ആ ഒരു തിയററ്റിക്കൽ നോളജ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ, സബ്ജക്ട് നോളജ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ള ആൻസറിലേക്ക് എത്താനായിട്ട് സാധിക്കും. അതുമല്ല, ഒരിക്കലും ലോ അച്ചീവർ ആണെന്നുള്ളതിൻ്റെ പേരിൽ അവരെ ഐസൊലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ബൈ മോഡലിംഗ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആൻഡ് ബിഹേവിയർ. യെസ്, ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് മോഡൽ ചെയ്യുന്നത് വഴി, അല്ലെങ്കിൽ ഒരു ബിഹേവിയർ നമ്മൾ മോഡൽ ചെയ്യുന്നത് വഴി ഒരു പോസിറ്റീവ് കൾച്ചർ ടീച്ചർ ആസ് എ ലീഡർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്കൂളിൽ കൊണ്ടുവരാനായിട്ട് പറ്റും. നമുക്കതിൻ്റെ ആൻസർ ഡി ആയിട്ട് ഉത്തരം കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ഉത്തരം കറക്റ്റ് കിട്ടാത്തവരാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ, ലൈക്ക് അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഈ ഒരു ഏരിയയിൽ നിന്ന് വരുന്നുണ്ടെങ്കിൽ, ഈ പറയുന്ന ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ ചില പോർഷൻസ്, ആ പെർട്ടിക്കുലർ ടീച്ചർ റോൾ എന്ന് പറയുന്ന ആ ഒരു യൂണിറ്റ് എടുത്ത് ഒന്നും കൂടെ ക്ലാസ് ഒന്ന് കേട്ട് നോക്കുക. ഓക്കെ, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ആൻസറൊക്കെ ഇനി വരുന്ന ചോദ്യത്തിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഗുഡ്. ഇനി നമുക്ക് നേരെ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 6th one, previously conditioned responses decrease in frequency and eventually disappears. It is known as A. Type 1 conditioning, B. Type 2 conditioning, C. Extinction, D. Generalization. അപ്പോൾ ഈ ഒരു ചോദ്യത്തിലേക്കൊന്ന് നോക്കിക്കേ. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് പ്രീവിയസ് ആയി കണ്ടീഷൻ ചെയ്തപ്പെട്ട ചില റെസ്പോൺസുകൾ എന്ത് ചെയ്യും, പതിയെ അതിൻ്റെ ഫ്രീക്വൻസി ഡിക്രീസ് ചെയ്ത് വരികയും പതിയെ എന്തുണ്ടാവും, ഡിസപ്പിയർ ആയി പോവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മളോട് ഈ ഒരു ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇതിനെ വിളിക്കുന്ന പേരെന്താണ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു കണ്ടീഷനിങ് എന്ന് കൊടുക്കുമ്പോൾ തന്നെ കിട്ടും ഇത് ആരാണ് കൊണ്ടുവന്നേക്കുന്നത് എന്നുള്ളത് അല്ലേ. ഇത് ആക്ച്വലി എവിടെ നിന്നാണ് വന്നേക്കുന്നത്? ബിഫോർ ദാറ്റ് ആദ്യം അതിൻ്റെ ആൻസർ കണ്ടുപിടിച്ചു. ആദ്യം അതിൻ്റെ ഓപ്ഷൻസ് ഏതാണെന്നുള്ളത്, ആൻസർ ഏതാണെന്നുള്ളതൊന്ന് മാർക്ക് ചെയ്തു. ദെൻ അതിന് ശേഷം നമുക്ക് ഡിസ്കഷനിലേക്ക് വരാം. ഓക്കെ, മാർക്ക് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഏതാണ് വരിക, നമുക്ക് ആദ്യം ഈ ചോദ്യം എവിടെ നിന്ന് വന്നു എന്നുള്ള കാര്യം നോക്കാം. കണ്ടീഷൻഡ് റെസ്പോൺസിനെ പറ്റിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്, അതായത് CR നെ പറ്റിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് എവിടെ നിന്നാണ് വന്നേ?
ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് പറയുന്ന ഇവാൻ പാവ്ലോവിൻ്റെ എക്സ്പെരിമെൻറ്റിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യമാണ് അല്ലേ. നമ്മൾ അന്ന് ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പട്ടി വെള്ളം ഇറക്കുന്നത് നോക്കിയിട്ടാണ് പുള്ളിക്കാരൻ ഈ പറയുന്ന ക്ലാസിക്കൽ കണ്ടീഷനിങ് കൊണ്ടുവന്നതെന്നുള്ള കാര്യമൊക്കെ നമ്മളന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നാണ് ആ ചോദ്യം വന്നേക്കുന്നത്. ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നതാണ് ഈ കണ്ടീഷൻ്റെ റെസ്പോൺസിൻ്റെ ഫ്രീക്വൻസി പതിയെ കുറഞ്ഞു വരുന്നു, കുറഞ്ഞു വന്നിട്ട് ഇത് ഡിസപ്പിയർ ആയി പോകുന്നു എന്നുള്ള കാര്യമാണ് നമ്മളോട് എന്ത് ചെയ്യുന്നത് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അത് ഏതാണെന്നാണ് നമുക്കറിയേണ്ടത്. ടൈപ്പ് 1 കണ്ടീഷനിങ് ആണോ, 2 കണ്ടീഷനിങ് ആണോ, എക്സ്റ്റിങ്ഷൻ ആണോ, ജനറലൈസേഷൻ ആണോ എന്നുള്ളത്. അപ്പോൾ ഫ്രീക്വൻസി കുറഞ്ഞ് വന്ന് ഇല്ലാണ്ടാകുന്നു എന്നുള്ളൊരു കണ്ടീഷൻ വരുന്നത് ഒറ്റയടിക്ക് ഓപ്ഷൻ നോക്കിയാൽ തന്നെ കിട്ടും, എക്സ്റ്റിങ്ഷൻ ആണോ ജനറലൈസേഷൻ ആണോ എന്നുള്ളൊരു കാര്യത്തിൽ. ആ പേരിൽ നിന്ന് തന്നെയുണ്ട്, ഡിക്രീസ് ചെയ്യുന്നു, ഡിസപ്പിയർ ആകുന്നു. അപ്പം തന്നെ നമുക്ക് കിട്ടും എന്തോ ഒരു സാധനം എക്സ്റ്റിൻഡ് ആയി പോകുന്ന കാര്യമാണ് പറയുന്നത് എന്നുള്ള കാര്യം. അപ്പോൾ ക്ലിയർ ആയിട്ട് ക്ലാസിക്കൽ കണ്ടീഷനിങ് അറിയാമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് ഏത് ആൻസറിലേക്ക് നമുക്ക് പോകാനായിട്ട് പറ്റും, സി നമ്മൾ ഓപ്റ്റ് ചെയ്യും. ബിക്കോസ് നമുക്കറിയാം വാട്ട് ഈസ് എക്സ്റ്റിങ്ഷൻ എന്നുള്ളത്. പിന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് ഈ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൽ ടൈപ്പ് 1 എന്താണ്, ടൈപ്പ് 2 എന്താണ്, ജനറലൈസേഷൻ എന്താണ് എന്നൊക്കെയുള്ള കാര്യം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. ഇതിന് പ്രോപ്പറായിട്ട് ഉത്തരം കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ബാക്ക് ടു നമ്മുടെ വീഡിയോ പോവുക, ക്ലാസിക്കൽ കണ്ടീഷനിങ് വീണ്ടും കാണുക. കണ്ടതിന് ശേഷം നമ്മുടെ തിയറീസ് ഓഫ് ലേണിങ്ങിലാണ് ക്ലാസിക്കൽ കണ്ടീഷനിങ് വരുന്നത്. അവിടെ നിന്ന് എടുത്തിട്ട് ഒന്നും കൂടി തിയറീസ് ഓഫ് ലേണിംഗ് പഠിക്കുക. ഇത്തവണ ക്ലാസിക്കൽ കണ്ടീഷനിങ് ആണ് ചോദിച്ചത്. ഇനി അടുത്ത തവണത്തെ എക്സാമിന് മേ ബി ഓപ്പറന്റ് കണ്ടീഷനിങ് ആയിരിക്കാം വരുന്നുണ്ടാവുക. അതുകൊണ്ട് തിയറീസ് ഓഫ് ലേണിംഗ് മനസ്സിലായിട്ടില്ല അല്ലെങ്കിൽ ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ പാർട്ടിലെ വീഡിയോ പോയി കണ്ടതിന് ശേഷം എന്ത് ചെയ്യുക, ബാക്കി കാര്യങ്ങൾ ചെയ്യാനായിട്ട് നോക്കുക. ഓക്കെ, ഗുഡ്. ഇനി നമുക്ക് നമ്മുടെ അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകാം. അക്കോർഡിംഗ് ടു കോൾബർഗ്സ് തിയറി ഓഫ് മോറൽ ഡെവലപ്മെന്റ് ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ. കോൾബർഗിന്റെ തിയറി ഓഫ് മോറൽ ഡെവലപ്മെന്റിനെ എന്തൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ പറയുന്നു ജനറ്റിക് ഫാക്ടേഴ്സ് ഓൺലി, ബി എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ഓൺലി, സി ബോത്ത് കൾച്ചറൽ ആൻഡ് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്, ഡി ബോത്ത് എൻവയോൺമെന്റൽ ആൻഡ് ജനറ്റിക് ഫാക്ടേഴ്സ്. ഏതായിരിക്കും ഉത്തരം? കോൾബർഗിന്റെ സ്റ്റേജസ് ഓഫ് മോറൽ ഡെവലപ്മെന്റ് നമ്മളത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഏതാണ് ആൻസർ എന്നുള്ളത് നിങ്ങൾ മാർക്ക് ചെയ്യുക, അതിനുശേഷം ഞാൻ വീണ്ടും പറയാം. ഓക്കെ, ശരി, മാർക്ക് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ധാരണ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏതാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്? ജനറ്റിക് ഫാക്ടേഴ്സ് ഉള്ളിയാണോ, എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ഉള്ളിയാണോ, കൾച്ചറൽ ആൻഡ് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ആണോ, അതേപോലെ എൻവയോൺമെന്റൽ ആൻഡ് ജനറ്റിക് ഫാക്ടേഴ്സ് ആണോ? കോൾബർഗിന്റെ നമ്മൾ ഡെവലപ്മെന്റൽ സ്റ്റേജസിന് മോറൽ ഡെവലപ്മെന്റൽ തിയറിയെ നമ്മൾ ആക്ച്വലി 6 സ്റ്റെപ്പുകളായിട്ടുള്ള 3 സ്റ്റേജുകളാക്കി ക്ലാസിഫൈ ചെയ്ത് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അല്ലേ. ഒരു പ്രീ കൺവെൻഷണൽ സ്റ്റേജ് ഉണ്ട്, കൺവെൻഷണൽ സ്റ്റേജ് ഉണ്ട്, ഒരു പോസ്റ്റ് കൺവെൻഷണൽ സ്റ്റേജ് ഉണ്ടെന്നും ഓരോ സ്റ്റേജിലും ഈ പറയുന്ന 2 സ്റ്റെപ്പുകൾ വീതമാണുള്ളതെന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യം തന്നെ കുട്ടികൾ ഈ പറഞ്ഞൊരു മോറൽ ഡെവലപ്മെന്റിൽ ആദ്യം പഠിക്കുന്നത് ആ പണിഷ്മെന്റ് അവോയ്ഡ് ചെയ്യാനാണെന്നും പിന്നീട് സെൽഫ് ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ടൊക്കെ പോകുന്നുണ്ടെന്നും പിന്നെ അത് കഴിഞ്ഞിട്ടൊരു ഗുഡ് ബോയ് ഗുഡ് ഗേൾ ആറ്റിറ്റ്യൂഡിലേക്ക് പോകുന്നുണ്ടെന്നും ലോ ആൻഡ് ഓർഡർ മൊറാലിറ്റിയാണ് അടുത്തതായിട്ട് വരുന്നതെന്നും അത് കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റ് പോസ്റ്റ് കൺവെൻഷണലിലേക്ക് വരുമ്പോഴേക്കും അവിടെ 2 കാര്യങ്ങളാണുള്ളത്, സോഷ്യൽ കോൺട്രാക്റ്റും അതേപോലെ തന്നെ പ്രിൻസിപ്പിൾസുമാണ് വരുന്നതെന്നുള്ള കാര്യമൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അന്ന് അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് കോൾബർഗിനെ പറഞ്ഞു തന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു തിയറി ഓഫ് മോറൽ ഡെവലപ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിൽ ജനറ്റിക് ഫാക്ടേഴ്സിനും റോളുണ്ട്, അതേപോലെ തന്നെ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സിനും റോളുണ്ട് എന്നുള്ള കാര്യം നമുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് രണ്ടും വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് ആൻസർ ഏതാണെന്ന് കിട്ടും, ബോത്ത് ഡെവലപ്മെന്റൽ ആൻഡ് ജനറ്റിക് ഫാക്ടേഴ്സ് ആണ് വരുന്നത് എന്നുള്ള കാര്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ നിന്നും മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും. സോ ഡി ആണ് അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. heightened sensitivity to social evaluation of adolescent is known as A. peer pressure, B. person perception, C. social conformity, D. imaginary audience. അഡോളസെൻറ്റിൻ്റെ റിലേറ്റഡ് ആയിട്ടാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ വേഗം ആൻസർ ചെയ്തോ, എ ആണോ ബി ആണോ സി ആണോ ഡി ആണോ എന്നുള്ളത്. ദെൻ അതിനുശേഷം നമുക്ക് ആൻസറിലേക്ക് വരാം. യെസ്, ആൻസർ മാർക്ക് ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ അഡോളസൻസ് എന്ന് പറഞ്ഞ് നമുക്ക് നമ്മുടെ സിലബസിൽ ഒരു പെർട്ടിക്കുലർ പോർഷൻ ഉണ്ട് അല്ലേ.
ആ പോർഷനിൽ നിന്നാണ് ഈ ഒരു ചോദ്യം നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആ പോർഷനും ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള കാര്യം മനസ്സിലായി. അവിടെ നമ്മുടെ കുട്ടികൾ ഫേസ് ചെയ്യുന്ന പല പ്രോബ്ലംസിനെ പറ്റിയിട്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിയർ പ്രഷർ ഉണ്ട്, ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്, ഡെലിവറൻസ് ഇഷ്യൂസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അവിടെ സോഷ്യൽ ഇവാലുവേഷൻ അവർ ഫിയർ ചെയ്യുന്ന അതിൻ്റെ ഒരു സെൻസിറ്റിവിറ്റിയെ വിളിക്കുന്ന എന്താണ് ഇമാജിനറി ഓഡിയൻസ് എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പറയുന്നത്. അവരെ സോഷ്യലി ബാക്കിയുള്ളവർ ഇവാലുവേറ്റ് ചെയ്യുമോ എന്ന് പറഞ്ഞിട്ട് അവർ ഇമാജിൻ ചെയ്ത് വെച്ചേക്കും. അവർ ചെയ്യുന്ന ആക്ടിവിറ്റീസ് മറ്റാരെങ്കിലും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു തോട്ട് അവരായിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കുന്നതാണ്. അതിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന്, ഇമാജിനറി ഓഡിയൻസ് എന്നുള്ളത്. സോ അതിൻ്റെ ഉത്തരം എന്താണ്, ബി ആണ് എന്നുള്ള കാര്യം നമുക്ക് എന്ത് ചെയ്യും, കിട്ടും. ഓക്കെ, ക്ലിയർ അല്ലേ? സോ ഈ പറയുന്ന പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ അഡോളസെന്റും നമ്മളുടെ മുൻപ് ചോദ്യം വന്നിട്ടുള്ള ഒരു ഏരിയയാണ്, വിച്ച് മീൻസ് ദാറ്റ് ഏരിയ ഈസ് ഇമ്പോർട്ടൻറ്റ്. അടുത്തത് 9ാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. അക്കോർഡിംഗ് ടു ദ പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി ആക്ട്, PWD ആക്ടിനെ പറ്റിയിട്ടുള്ള ഒരു ചോദ്യമാണ് വന്നിരിക്കുന്നത്. വാട്ട് പെർസെൻറ്റേജ് ഓഫ് റിസർവേഷൻ ഈസ് ടിപ്പിക്കലി പ്രൊവൈഡഡ് ഫോർ പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ഇൻ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്? വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ്, ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള അംഗവൈകല്യം സംഭവിച്ച ആളുകൾക്ക് എത്ര ശതമാനം റിസർവേഷൻ കൊടുത്തിട്ടുണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. A 3%, B 5%, C 7% ആൻഡ് D 10% ആണ് റിസർവേഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു കാര്യം ചെയ്തോ, വേഗം ഇതിൻ്റെ ആൻസർ മാർക്ക് ചെയ്തോ, ദെൻ നമുക്ക് ആൻസർ ഏതാണെന്ന് നോക്കാം. ഓക്കെ, ആൻസർ മാർക്ക് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിചാരം. PWD പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആക്ടിനെ പറ്റിയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ PWD ആയിട്ടുള്ള ആൾക്കാർക്ക് ഏതാണ്ട് എത്ര പെർസെൻറ്റേജ് ആണ്, 5% ആണ് റിസർവേഷൻ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആ ക്ലാസ് അപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്തേനെ, അവിടെ സുഖമായിട്ട് ആൻസർ നമുക്ക് എഴുതാനായിട്ട് പറ്റിയേനെ. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ എഴുതിയ ആൻസർ ശരിയാണോ തെറ്റാണോ നോക്കിയിട്ടൊന്ന് പറഞ്ഞോ. അടുത്ത നമ്മുടെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ടീച്ചർ ഈസ് എ റിഫ്ലക്റ്റീവ് പ്രാക്ടീഷണർ മീൻസ് എ ടീച്ചർ ഹു ക്രിറ്റിക്കലി എക്സാമിൻസ് ഹിസ് ഓർ ഹെർസെൽഫ് ആൻഡ് ഇംപ്രൂവ് ടീച്ചിങ്. ഒരു റിഫ്ലക്റ്റീവ് പ്രാക്ടീഷണർ ആണ് ടീച്ചർ എന്ന് പറയുന്നതിൻ്റെ അതിൻ്റെ അർത്ഥം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബിയിൽ പറയുന്നതാണ് എ ടീച്ചർ ഹു കെയർസ് ഹിസ് ഓർ ഹെർ ചിൽഡ്രൻ. ഒരു ടീച്ചർ അവളുടെ കുട്ടികളെ കെയർ ചെയ്യുന്നത്. സി എ ടീച്ചർ ഹു ക്രിറ്റിക്കലി ഇവാലുവേറ്റ് സ്റ്റുഡൻറ് ആൻഡ് മേക്ക് കമൻറ്റ്. ടീച്ചർ ക്രിറ്റിക്കലി കുട്ടികളെ ഇവാലുവേറ്റ് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യുന്നത്. ഡി എ ടീച്ചർ ഹു ക്രിറ്റിക്കലി ഇവാലുവേറ്റ്സ് അതർ ടീച്ചേഴ്സ് ആൻഡ് മേക്ക് സജഷൻസ്. അപ്പോൾ ഇതിൽ ഏതാണ് ടീച്ചർ ഒരു റിഫ്ലക്റ്റീവ് പ്രാക്ടീഷണർ ആണെന്ന് പറയുന്നതെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഏതാണ് ഉത്തരം എന്നുള്ള കാര്യം ഒന്ന് കറക്റ്റായിട്ട് പെട്ടെന്ന് പറഞ്ഞേ. ആദ്യം നിങ്ങൾ ഓപ്ഷൻസ് മാർക്ക് ചെയ്യാം. ഓക്കെ, ആൻസർ മാർക്ക് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്താണ് ടീച്ചർ ഒരു റിഫ്ലക്റ്റീവ് പ്രാക്ടീഷണർ ആണെന്ന് പറയാനുള്ള കാരണം? യെസ്, റിഫ്ലക്റ്റീവ്, എന്തോ നമ്മൾ റിഫ്ലക്റ്റ് ചെയ്ത് കൊടുക്കുന്ന ആളാണെന്നാണ് ആ ടേമിൽ നിന്ന് തന്നെ മനസ്സിലാക്കുന്നുണ്ട്. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എടുത്തപ്പോൾ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ നമ്മൾ ഇത്തരത്തിലുള്ള കുറേയധികം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ടീച്ചറിൻ്റെ റോളിനെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞതൊരു ഫിലോസഫിക്കൽ ലൈനായിട്ടൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്ന കാര്യമാണ്. അവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ചൊക്കെ കോമൺ സെൻസ് യൂസ് ചെയ്ത് നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടാൻ പറ്റുന്ന ഒരു കാര്യമാണെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തോ റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരു പ്രാക്ടീഷണർ ആണെന്നുള്ള കാര്യമാണല്ലോ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്ത് റിഫ്ലക്റ്റ് ചെയ്യുന്നത് ഉദ്ദേശിച്ചിരിക്കുന്നത്, അവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം, കുട്ടികളെ നമുക്ക് താഴേന്ന് വരാം, കുട്ടികളെ ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ചെയ്യുകയും കുട്ടികളെയല്ല, ടീച്ചർ ഹു ക്രിട്ടിക്കലി ഇവാലുവേറ്റ്സ് അതർ ടീച്ചേഴ്സ്, മറ്റ് ടീച്ചേഴ്സിനെ ഭയങ്കര വിമർശനാത്മകമായിട്ടൊക്കെ ഇവാലുവേറ്റ് ചെയ്യുകയും സജഷൻ കൊടുക്കുകയും ചെയ്യുന്ന ആളാണോ റിഫ്ലക്റ്റീവ് പ്രാക്ടീഷണർ എന്ന് പറയുന്നത്? നമുക്ക് ആ സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ പറ്റുമോ? ഇല്ല. കുട്ടികളെ ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ചെയ്യുകയും കമന്റ് ചെയ്യുകയും ചെയ്യുന്ന ആളാണ് ഒരു റിഫ്ലക്റ്റീവ് പ്രാക്ടീഷണർ എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അതും ഇല്ല. ടീച്ചർ ഹു കെയർസ് ഹിസ് ഓർ ഹെർ ചിൽഡ്രൻ, ടീച്ചറിന്റെ കുട്ടിയെ കെയർ ചെയ്യുന്ന ഒരാളെന്നാണ് പറയുന്നത് റിഫ്ലക്റ്റീവ് പ്രാക്ടീഷണർ, അതുമല്ല. എന്നാൽ ഒരു റിഫ്ലക്റ്റീവ് പ്രാക്ടീഷണർ എന്നാൽ സെൽഫായിട്ട് നമ്മളെ തന്നെ ടീച്ചറിനെ തന്നെ ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ചെയ്യുകയും ആ ഒരു ഇമ്പ്രൂവ്മെന്റ് ടീച്ചിങ്ങിൽ കൊണ്ടുവരികയും ചെയ്യുന്ന ഒരാളിനെയാണ് എന്തെന്ന് പറയാൻ പറ്റുക, റിഫ്ലക്റ്റീവ് പ്രാക്ടീഷണർ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുക. അപ്പോൾ ടീച്ചർ ആസ് എ റിഫ്ലക്റ്റീവ് പ്രാക്ടീഷണർ എന്താണ് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ?
ഈ 10 ചോദ്യത്തിൽ അത്യാവശ്യം എല്ലാ ചോദ്യങ്ങളും കറക്റ്റ് ആക്കാനായിട്ട് നമ്മളെ കൊണ്ട് പറ്റിയിട്ടില്ലേ? നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്കിൽ നിന്നല്ലേ ഇതുവരെ ചോദ്യങ്ങൾ എന്തായാലും ചോദിച്ചിട്ടുള്ളൂ. ഓക്കെ, ഗുഡ്. അടുത്ത ഒരു ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. സെലക്ട് ദ ടേം ഫോർ അൺലോഫുൾ ബിഹേവിയർ ബൈ മൈനേഴ്സ് who usually those between the ages of 10 and 17. അൺലോഫുൾ ആയിട്ടുള്ള ബിഹേവിയർ 10 മുതൽ 17 വയസ്സിൻ്റെ ഇടയിലുള്ള ആളുകൾ കാണിക്കുന്ന മൈനർ ആയിട്ടുള്ള ആളുകൾ കാണിക്കുന്ന അൺലോഫുൾ ആയിട്ടുള്ള ബിഹേവിയറിനെ സൂചിപ്പിക്കുന്ന ടേം ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. എ, യൂത്ത് മിസ്കണ്ടക്ട്. ബി, അഡോളസെന്റ് ട്രാൻസ്ഗ്രഷൻ. സി, യൂത്ത് അബ്യൂസ്. ഡി, ജുവനൈൽ ഡെലിൻക്വൻസി. ഈ 4 ഏതാണ് നമ്മളുടെ കറക്റ്റ് ഉത്തരം വരിക? എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? ആദ്യം ഇതൊന്ന് മാർക്ക് ചെയ്ത് വെക്കുക. മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് നേരെ ഡിസ്കഷനിലേക്ക് പോകാം. ഓക്കെ, യെസ്, മാർക്ക് ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ പഠിച്ചപ്പോൾ അഡോളസെന്റ് സൈക്കോളജി നമ്മൾ പഠിച്ച സമയത്ത് പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ അഡോളസെൻസ് നമ്മൾ തൊട്ട് മുമ്പ് നമ്മൾ വേറൊരു ടൈപ്പ് ഓഫ് ചോദ്യം കണ്ടു. ആ ഏരിയയിൽ നിന്ന് തന്നെ 2 ചോദ്യം ഒറ്റ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ദാറ്റ് മീൻ ആ ഏരിയ ഈസ് ഇമ്പോർട്ടൻ്റ് ആണ്, പ്രോബ്ലം ഫേസ്ഡ് ബൈ അഡോളസെന്റ് എന്ന് പറയുന്ന പോർഷൻ. അപ്പോൾ അവിടെ നിന്നുള്ള ചോദ്യമാണ് ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത്. അവിടെ ചോദിച്ചിരിക്കുന്നതാണ് അൺലോഫുൾ ബിഹേവിയറിനെ വിളിക്കുന്ന പേരെന്താണെന്ന്. യൂത്ത് മിസ്കണ്ടക്ട്, അങ്ങനെ നമുക്ക് വിളിക്കാൻ പറ്റും. ഇതൊരു മിസ്കണ്ടക്ട് ആണെന്ന് പറ്റൂല. അഡോളസെന്റ് ട്രാൻസ്ഗ്രഷൻ അങ്ങനെ വിളിക്കാൻ പറ്റുമോ? അതും പറ്റൂല. യൂത്ത് അബ്യൂസ്, അങ്ങനെ നമുക്കൊരു ടേം ഉണ്ടോ? യൂത്ത് അബ്യൂസ് അങ്ങനെ നമുക്ക് വിളിക്കാൻ പറ്റിയ ഒരു ടേം ഉണ്ടോ? ഇല്ല. പിന്നെ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു ടേം ഉണ്ട്, ജുവനൈൽ ഡെലിൻക്വൻസി എന്ന് പറയുന്ന ഒരു ടേമിനെ പറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? പഠിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് ജുവനൈൽ ഡെലിൻക്വൻസി ആണ് ഈ പറയുന്ന അൺലോഫുൾ ബിഹേവിയർ ബൈ മൈനേഴ്സിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന്? ജുവനൈൽ ഡെലിൻക്വൻസി എന്നുള്ള കാര്യം എന്ന് നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. ഓക്കെ, ഒരു സിമ്പിളായ അത്യാവശ്യം നമ്മളൊരു റൗണ്ട് ക്ലാസ് ഒക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമായിരുന്നു ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഇത് കറക്റ്റ് ആക്കിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകാം. 12th one, select the term used by Jerome S. Bruner. ബ്രൂണർ വന്നിട്ടുണ്ട്. ടു ഡിസ്ക്രൈബ് ദ പ്രോസസ് ഓഫ് ട്രാൻസ്ഫോമിങ് ഇൻഫർമേഷൻ ഇൻ ടു മെൻ്റൽ റെപ്രസെൻറ്റേഷൻ. ഇൻഫർമേഷനെ മെൻ്റൽ റെപ്രസെൻറ്റേഷനിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന, ട്രാൻസ്ഫോം ചെയ്യുന്ന പ്രോസസ്സിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന പേരെന്താണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. എ ഈസ് സ്കെഫോൾഡിംഗ്, ബി ഈസ് ഡിസ്കവറി ലേണിംഗ്, സി ഈസ് എൻകോഡിംഗ്, ഡി ഈസ് സ്പൈറലിംഗ്. അപ്പോൾ പെട്ടെന്ന് ഉത്തരം എഴുതിക്കോ. എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ എന്ന്. അതിനുശേഷം നമുക്ക് ഡിസ്കഷനിലേക്ക് പോകാം. ശരി, മാർക്ക് ചെയ്ത് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ജെറോമസ് ബ്രൂണറിനെ പറ്റിയിട്ട്, ബ്രൂണറിന്റെ തിയറി നമ്മൾ ഇൻ ഡീറ്റെയിൽ ആയിട്ടിരുന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അവിടെ സ്പൈറലിങ്ങിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു കാര്യം ശ്രദ്ധിച്ചേ, ഈ സെയിം പേപ്പറിൽ തന്നെ കുറച്ച് മുമ്പും ബ്രൂണർ നമ്മളൊരു ഓപ്ഷനിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാനപ്പോൾ പറഞ്ഞായിരുന്നു ബ്രൂണറിനെയും മേ ബി ഏതെങ്കിലും എക്സാമിൽ വരാമെന്ന്. ബേസിക്കലി ഈ നമ്മുടെ അഡോളസെന്റ് സൈക്കോളജിയിലേക്ക് വരുമ്പോഴേക്കും അവിടെ ഈ ബ്രൂണർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ്. ആളെപ്പറ്റി പഠിക്കുകയും വേണം, ആളുടെ കൺസെപ്റ്റും തിയറിയൊക്കെ നമ്മൾ പഠിച്ചേ പറ്റത്തുള്ളൂ. ആ സെയിം പേപ്പറിൽ തന്നെയാണ് ബ്രൂണറിന്റെ തന്നെ പെർട്ടിക്കുലർ ഏരിയയിൽ നിന്നും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരിക്കലും അവോയ്ഡ് ചെയ്ത് വിടാൻ പറ്റുന്ന ആളല്ല ബേസിക്കലി ജെറോമസ് ബ്രൂണർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നതാണ് ഇൻഫർമേഷനെ എന്താക്കണം? മെന്റൽ റെപ്രസെൻറ്റേഷൻ ആക്കുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേര് സ്കാഫോൾഡിംഗ് ആണോ? സ്കാഫോൾഡിംഗ് ഇവിടെ ഉള്ളതാണോ? അല്ല എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാം. ഡിസ്കവറി ലേണിംഗ് ആണോ? എന്തെങ്കിലും നമ്മൾ ഡിസ്കവർ ചെയ്ത് ലേൺ ചെയ്തെടുക്കുന്ന ഒരു പ്രോസസ്സാണോ? അല്ല. സ്പൈറലിംഗ് നമ്മളുടെ ബ്രൂണർ കൊണ്ടുവന്ന കൺസെപ്റ്റ് തന്നെയാണ്. ഇതാണോ ഈ പറയുന്ന ഇൻഫർമേഷനെ മെന്റൽ റെപ്രസെൻറ്റേഷൻ ആക്കലാണോ സ്പൈറലിംഗ്? അല്ലല്ലോ. നമ്മളുടെ ചെറിയ ലെവൽ ഓഫ് ഇൻഫർമേഷനിൽ നിന്ന് മാസ്റ്ററി അച്ചീവ് ചെയ്യുന്നതിലേക്ക് പോകുന്നതല്ലേ സ്പൈറലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മളുടെ ഓപ്ഷനായിട്ട് എടുക്കാൻ പറ്റുമോ? ഇല്ല. പിന്നെ എന്താണ്? ഇൻഫർമേഷനെ മെന്റൽ റെപ്രസെൻറ്റേഷൻ ആക്കുന്നതിന് ഡിസ്ക്രൈബ് ചെയ്യുന്ന ടേം ഏതാണ്? എൻകോഡിംഗ് എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പറയുന്നത്. സോ എൻകോഡിംഗ് ആണ് ദാറ്റ് പ്രോസസ് ഓഫ് ട്രാൻസ്ഫോമിങ് ഇൻഫർമേഷൻ ഇൻ ടു മെന്റൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബ്രൂണറിൻ്റെ അടുത്തുനിന്ന് ചോദ്യം വന്നു. സിമ്പിളായിട്ടെന്ന് ഞാൻ പറയില്ല, ക്ലാസ് കേട്ടാലും പോലെ പഠിക്കണം. പഠിച്ചെങ്കിൽ കാര്യം ടേമാണ് ചോദിച്ചേക്കുന്നത്. കൃത്യമായിട്ട് ഈ പറയുന്ന ടൈം എന്താണെന്ന് അറിയാമെങ്കിൽ ആ സാധനം നമുക്ക് ആൻസർ ചെയ്തെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മളുടെ ഈ ഒരു പേപ്പറിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ
ചില സാധനങ്ങളിൽ പ്രത്യേകിച്ച് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ആണെങ്കിൽ നമുക്ക് ഈ അത്യാവശ്യം ഒരു ലോജിക്കൊക്കെ വെച്ചിട്ട് നമുക്ക് മുന്നോട്ടേക്ക് പോകാനായിട്ട് പറ്റും. ടു ദ കോർ സൈക്കോളജി സാധനങ്ങളാണെങ്കിൽ, സൈക്കോളജിക്കൽ കൺസെപ്റ്റുകളാണെങ്കിൽ കൃത്യമായിട്ട് തിയറി അറിയാം, കൺസെപ്റ്റ് അറിയാമെങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, അത് വെച്ചിട്ട് ആൻസർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. പ്രത്യേകിച്ച് ടേംസ് ആണൊക്കെ ചോദിക്കുന്നത്. ഇപ്പോൾ നേരത്തെ കണ്ടു എക്സ്റ്റിങ്ഷൻ, ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് ചോദിച്ചതാണ്. അതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് തിയറി അറിയണം, അല്ലെങ്കിൽ കൺസെപ്റ്റ് അറിയണം. അപ്പം അതിനകത്ത് എന്തെങ്കിലും ഒരു ഗ്യാപ്പ് ഉണ്ട്, അല്ലെങ്കിൽ അത്തരം ചോദ്യങ്ങൾക്കൊക്കെ ആൻസർ തെറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഗോ ബാക്ക് ടു ദ തിയറി. ആ ക്ലാസ്സിൻ്റെ വീഡിയോസ് ഇരുന്ന് കാണുക, കണ്ട് മനസ്സിലാക്കിയ ശേഷം അടുത്തൊരു സെറ്റ് ഓഫ് ചോദ്യപേപ്പർ നമ്മൾ ഇനിയും മറ്റു ചോദ്യപേപ്പറുകളൊക്കെ സോൾവ് ചെയ്യും. ആ സമയത്ത് നമുക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഗുഡ്. എനിവേ, നമുക്ക് നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. വാട്ട് എത്തിക്കൽ റെസ്പോൺസിബിലിറ്റി ഷുഡ് ടീച്ചേഴ്സ് പോസസ് ഇൻ ഗ്രേഡിംഗ് ആൻഡ് അസസ്മെന്റ്? ഗ്രേഡിംഗ് ആൻഡ് അസസ്മെന്റിൽ എന്തൊക്കെ എത്തിക്കൽ റെസ്പോൺസിബിലിറ്റീസ് ടീച്ചേഴ്സ് പോസസ് ചെയ്യണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എ, മേക്ക് സബ്ജക്റ്റീവ് അസസ്മെന്റ് ഇൻ ഫേവർ സം സ്റ്റുഡൻസ്. B, make fair and objective assessment of students' work. C, ignore students' individual needs and preference. D, prioritize students' academic achievements rather than personal well-being. ഏതൊക്കെ എത്തിക്കൽ റെസ്പോൺസിബിലിറ്റി ആണ് ടീച്ചേഴ്സ് പ്രോസസ് ചെയ്യേണ്ടതെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? വേഗം ആൻസർ ടൈപ്പ് ചെയ്തോ, വേഗം ആൻസർ എഴുതി വെച്ചോ. അതിനുശേഷം നമുക്ക് ഡിസ്കഷനിലേക്ക് പോവാം. യെസ്, ആൻസർ ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഗ്രേഡിംഗ് ആൻഡ് അസസ്മെന്റിൽ എന്ത് റെസ്പോൺസിബിലിറ്റിയാണ്? നമ്മൾ മാർക്ക് ഇട്ട് കൊടുക്കുന്നതിൽ അല്ലെങ്കിൽ അസസ് ചെയ്യുന്നതിൽ എന്ത് റെസ്പോൺസിബിലിറ്റിയാണ്? ആദ്യം പറഞ്ഞിരിക്കുന്നത് മേക്കിംഗ് സബ്ജക്റ്റീവ് അസസ്മെന്റ് ഇൻ ഫേവർ സം സ്റ്റുഡൻസ്. ചില കുട്ടികൾക്ക് ഫേവർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ അസസ്മെന്റ് നടത്തണം എന്നാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളെ എത്തിക്കലി റെസ്പോൺസിബിൾ ആയ ഒരു ടീച്ചർ എന്ന് വിളിക്കുമോ? ഒരിക്കലും നിങ്ങൾ എത്തിക്കലി റെസ്പോൺസിബിൾ ആയ ഒരു ടീച്ചർ ആയില്ല. ആർക്കെങ്കിലും ഒക്കെ ഒരു ഫേവറബിൾ ആയ രീതിയിൽ മാർക്കുകൾ കൊടുക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും എന്തല്ല, എത്തിക്കലി റെസ്പോൺസിബിൾ ആയ ഒരു ടീച്ചർ അല്ല. രണ്ടാമത്തതാണ് മേക്ക് ഫെയർ ആൻഡ് ഒബ്ജക്റ്റീവ് അസസ്മെന്റ് ഓഫ് സ്റ്റുഡൻസ് വർക്ക്. കുട്ടികളുടെ വർക്ക് അല്ലെങ്കിൽ അസസ്മെന്റുകളെയൊക്കെ ഫെയർ ആയിട്ടും വളരെ ഒബ്ജക്റ്റീവ് ആയിട്ടും നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുക, അസസ് ചെയ്യുക എന്ന് പറയുന്നത്. ഇത് ഓക്കെ ആണെന്ന് നമുക്ക് ഈ ഒരു ഓപ്ഷൻ കണ്ടിട്ട് നമുക്കൊരു ആൻസർ ആയിട്ട് കൂട്ടാനായിട്ട് പറ്റും. അതവിടെ നിൽക്കട്ടെ, ബാക്കി ഓപ്ഷൻ കൂടെ നമുക്കൊന്ന് പോയി നോക്കാം. ഇഗ്നോർ സ്റ്റുഡൻസ് ഇൻഡിവിജ്വൽ നീഡ്സ് ആൻഡ് പ്രിഫറൻസ്. എത്തിക്കലി റെസ്പോൺസിബിൾ ആയ ഒരു ടീച്ചർ ആണെന്നുണ്ടെങ്കിൽ കുട്ടിയുടെ ഇൻഡിവിജ്വൽ നീഡ് ഉണ്ടാകാം, അവൻ്റെ പ്രിഫറൻസ് ഒക്കെ ഉണ്ടാകാം. ഇതിനെ എന്ത് ചെയ്യും? നമ്മൾ റിജക്റ്റ് ചെയ്യുമോ? എപ്പോഴെങ്കിലും നമ്മൾ എത്തിക്കലി റെസ്പോൺസിബിൾ ആണെങ്കിൽ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, അവരുടെ ഇൻഡിവിജ്വൽ നീഡിനെയും പ്രിഫറൻസുകളെയും ഒന്നും ഒരിക്കലും എന്ത് ചെയ്യില്ല, ഇഗ്നോർ ചെയ്യില്ല. നമ്മൾ എന്ത് ചെയ്യും? അതിനെ കൺസിഡർ ചെയ്യും. അപ്പോൾ ഈ ഓപ്ഷൻസ് നമുക്ക് വെട്ടാം. അടുത്തതാണ് പ്രയോറിറ്റൈസ് സ്റ്റുഡൻസ് അക്കാഡമിക്സ് അച്ചീവ്മെന്റ് റാദർ ദാൻ പേഴ്സണൽ വെൽബീയിങ്. കുട്ടിക്ക് വയ്യ അല്ലെങ്കിൽ കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നുള്ളതൊന്നും അസസ് ചെയ്യലല്ല. കുട്ടിക്ക് എന്ത് വന്നാലും വേണ്ടിയില്ല, നീ സ്കൂൾ ടോപ്പർ ആയേ പറ്റൂ, എന്ത് വന്നാലും വേണ്ടിയില്ല, കുട്ടികളൊക്കെ പാസ്സായേ പറ്റൂ എന്നൊരു ആറ്റിറ്റ്യൂഡ് എടുത്തിട്ടുണ്ടായാൽ നമുക്കതൊരു എത്തിക്കലി റെസ്പോൺസിബിൾ ആയ ടീച്ചറാണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഇതൊന്നുമല്ല അതിൻ്റെ ഓപ്ഷൻ ആൻസർ എന്ന് പറയുന്നത് ഏതാണെന്ന് പറയാൻ പറ്റും. ബി, മേക്ക് ഫെയർ ആൻഡ് ഒബ്ജക്റ്റീവ് അസസ്മെന്റ് ഓഫ് സ്റ്റുഡൻസ് വർക്ക് ആണ് എന്നുള്ള കാര്യം പറയാനായിട്ട് പറ്റും. ഇത് എഗെയിൻ ആ സെയിം പാറ്റേണിലാണ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിന് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. എ ന്യൂ ഇൻഫർമേഷൻ ഇന്റർഫിയർ വിത്ത് ദ റീകോൾ ഓഫ് പ്രീവിയസ്ലി ലേൺഡ് ഇൻഫർമേഷൻ ഈസ് കോൾഡ് റിട്രോആക്റ്റീവ് ഇന്റർഫറൻസ്, പ്രോആക്റ്റീവ് ഇന്റർഫറൻസ്, റിഗ്രഷൻ, അംനേഷ്യ. കൊള്ളാം അല്ലേ? കുറേയധികം ടേം തന്നിട്ടുണ്ട്. അപ്പോൾ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ ഉത്തരം? പുതിയതായിട്ട് നമ്മൾ അക്വയർ ചെയ്യുന്ന ഒരു ഇൻഫർമേഷൻസ് നമുക്ക് മുമ്പ് പഠിച്ച ഇൻഫർമേഷനെ ഏതെങ്കിലും തരത്തിൽ ഇന്റർഫിയർ ചെയ്യുന്നുണ്ട് എങ്കിൽ, അത് ഓർക്കുന്നതിൽ ഏതെങ്കിലും തരത്തിൽ അതിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നെങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ വേഗം ഉത്തരം എഴുതിക്കോ. എഴുതിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഏതാണ്? റിട്രോആക്റ്റീവ് ഇന്റർഫറൻസ് ആണോ? ഇന്റർഫിയർ ചെയ്യാന്നുള്ള കാര്യം നമുക്കത് എവിടുന്ന് കിട്ടും അല്ലേ? ഇന്റർഫിയർ ചെയ്യലാണ്. എന്തിനാണ് ഇന്റർഫിയർ ചെയ്യുന്നത്? റിട്രോആക്റ്റീവ് ആയിട്ടാണോ പ്രൊആക്റ്റീവ് ആയിട്ടാണോ ഇന്റർഫിയർ ചെയ്യുക? എങ്ങനെ ചെയ്യുക?
റിട്രോ ആക്റ്റീവായിട്ടാണ് ഇൻ്റർഫിയർ ചെയ്യുക എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മളൊരു പുതിയൊരു ഇൻഫർമേഷൻ പഴയ ഒരു സെറ്റ് ഓഫ് ഇൻഫർമേഷനെ റീകോൾ ചെയ്യുന്നതിൽ ഇൻ്റർഫിയർ ചെയ്താൽ റിട്രോ ആക്റ്റീവ് ഇൻഫർമേഷൻ എന്നും, നേരെ വൈസ് വേഴ്സയാണ് എന്നുണ്ടെങ്കിൽ ഓൾഡ് സെറ്റ് ഓഫ് ഇൻഫർമേഷൻ പുതിയ ഇൻഫർമേഷനെ അക്വയർ ചെയ്യുന്നതിൽ ഹിൻഡർ ചെയ്താൽ അതിന് പ്രൊആക്റ്റീവ് ഇൻ്റർഫറൻസ് എന്നും പറ്റും. അപ്പം ഇത് കണ്ടോ, എഗെയിൻ നമുക്ക് സൈക്കോളജിക്കൽ ടേംസ് ആണ് വന്നിരിക്കുന്നത്. സൈക്കോളജിക്കൽ ടേംസ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായി അറിയാമെങ്കിൽ ഇവിടെ വരുമ്പോൾ ഈ ഓപ്ഷൻ കാണുമ്പോൾ നമുക്ക് തന്നെ ഡൗട്ട് ആവും, റിട്രോ ആക്റ്റീവ് ആണോ പ്രൊആക്റ്റീവ് ആണോ എന്നുള്ള കാര്യം. അപ്പോൾ അത് കൃത്യമായി മനസ്സിലാക്കി വെച്ച ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ആൻസർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ലോജിക്കിൻ്റെ പരിപാടി വെച്ചുകൊണ്ടിരുന്നാൽ ചിലപ്പോൾ ഇവിടെ വർക്ക് ആയിക്കോളണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. Select the term that describes the process through which adolescents develop a sense of identity by exploring various roles, spans and responsibilities. ധാരാളം റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസും എക്സ്പ്ലോർ ചെയ്യുന്ന അഡോളസെൻ്റ് ഒരു സെൻസ് ഓഫ് ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്തെടുക്കുന്നതിനെ ഏത് ടൈം വെച്ച് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഐഡൻറ്റിറ്റി മൊറട്ടോറിയം, ഐഡൻറ്റിറ്റി ഡിഫ്യൂഷൻ, ഐഡൻറ്റിറ്റി ഫോർക്ലോഷർ, ഐഡൻറ്റിറ്റി ക്രൈസിസ്. ഇങ്ങനെ ഒരു ടേം തന്നിട്ട് അഡോളസെൻസ് ഈ പറയുന്ന സെൻസ് ഓഫ് ഐഡൻറ്റിറ്റി, ഈ പറയുന്ന വേരിയസ് റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എടുത്തിട്ട് അവർ ഡെവലപ്പ് ചെയ്യുന്ന ആ ഒരു സ്റ്റേജിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ടേം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എഗെയിൻ ടേം ആണ് വന്നിരിക്കുന്നത്. വേഗം ആൻസർ മാർക്ക് ചെയ്തോ. ABCD ഏതാണ് ആൻസർ വരിക? ഐഡന്റിറ്റി ക്രൈസിസ് ആണോ ഇതെന്ന് പറയുന്നത്? അല്ല. ഐഡന്റിറ്റി ഫോർക്ലോഷർ ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുമോ? ഇല്ല. ഐഡന്റിറ്റി ഡിഫ്യൂഷൻ ആണെന്ന് പറയാൻ പറ്റുമോ? അതുമില്ല. എന്താണെന്ന് പറയാം, ഒരു ഐഡന്റിറ്റി മൊറട്ടോറിയം ആണ് എന്ന് നമുക്ക് എന്ത് ചെയ്യാം, പറയാനായിട്ട് സാധിക്കും. സോ ധാരാളം റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് അവർ എക്സ്പ്ലോർ ചെയ്ത ശേഷം ഒരു ഐഡന്റിറ്റി ഫോം ചെയ്തെടുക്കുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഐഡന്റിറ്റി മൊറട്ടോറിയം എന്നുള്ളത്. ഓക്കെ, ക്ലിയർ അല്ലേ? ആൻസർ കറക്റ്റ് ആയിരുന്നോ അപ്പോൾ എഴുതിയിരിക്കുന്നത്? ഓക്കെ, ഗുഡ്. അടുത്തൊരു ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. 16ാമത്തെ ചോദ്യം. സെലക്ട് ദ ഫാക്ടേഴ്സ് ഫ്രം ദ ബിലോ ലിസ്റ്റ് ദാറ്റ് ഈസ് ടിപ്പിക്കലി അസോസിയേറ്റഡ് വിത്ത് ഇൻക്രീസ്ഡ് വൾണറബിലിറ്റി ടു സബ്സ്റ്റൻസ് അബ്യൂസ് ഇൻ സ്റ്റുഡൻസ്. ഈ പറയുന്ന ഫാക്ടേഴ്സിൽ ചില കാര്യങ്ങൾ സെലക്ട് ചെയ്യാനാണ്. എന്തുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നതാണ്? ഇൻക്രീസ്ഡ് വൾണറബിലിറ്റി ടു സബ്സ്റ്റൻസ് അബ്യൂസ്. ഏതെങ്കിലുമൊക്കെ രാസവസ്തുക്കൾ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ സബ്സ്റ്റൻസ് അബ്യൂസ് ചെയ്യാൻ കുട്ടികൾ വൾണറബിൾ ആകുന്നതുമായി അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. A. Lack of coping skill. B. Peer pressure. C. Strong academic support. D. Academic stress response. E. Strong family support. ഇതിനകത്ത് ഏതൊക്കെ പെയർ വരും എന്നുള്ളതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഓപ്ഷൻ എ, ബി, സി, ഇ ആർ കറക്റ്റ്. ഓപ്ഷൻ ബി, എ, ബി ആൻഡ് ഡി ആർ കറക്റ്റ്. ഓപ്ഷൻ സി, എ, ബി, സി ആൻഡ് ഡി ആർ കറക്റ്റ്. ഓപ്ഷൻ ഡി, എ, സി, ഡി ആൻഡ് ഇ ആർ കറക്റ്റ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഏതാണ് വരിക എന്നുള്ളത് വേഗം ഒന്ന് ആൻസർ മാർക്ക് ചെയ്തേ, അതിനുശേഷം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, മാർക്ക് ചെയ്തെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് നമ്മളുടെ ഈ ഓപ്ഷനിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്നുള്ള കാര്യം നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. കുട്ടികൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സബ്സ്റ്റൻസ് അബ്യൂസ്, അത് മേ ബി സിഗരറ്റ് ആകാം, ഏതെങ്കിലും കുറച്ചും കൂടെ സിന്തറ്റിക് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആകാം, അതല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള സബ്സ്റ്റൻസ് അബ്യൂസിലേക്ക് പോകാനുള്ള ഫാക്ടേഴ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ഫാക്ടേഴ്സിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒന്നാണ് ലാക്ക് ഓഫ് കോപ്പിംഗ് സ്കിൽസ്. എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം അവർ ഫേസ് ചെയ്യുമ്പോൾ അതിനെ കോപ്പ് ചെയ്യാനുള്ള ഒരു സ്കിൽ ഇല്ലാത്തതിനാൽ ഇത്തരം ചില സബ്സ്റ്റൻസുകൾ ഉപയോഗിക്കുന്നതിലേക്ക് അവർ നയിച്ചേക്കാം. ശരിയാണോ തെറ്റാണോ? ശരിയല്ലേ? അതൊരു ശരിയായ ഒരു ഓപ്ഷൻ അല്ലേ? അവർക്കൊരു സ്ട്രെസ് മാനേജ് ചെയ്യാൻ പറ്റാത്തൊരവസരം വന്നാൽ മേ ബി സിഗരറ്റ് സ്മോക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന കുട്ടികൾ ഉണ്ടാകാം. സോ ലാക്ക് ഓഫ് കോപ്പിംഗ് സ്കിൽ ഡെഫിനറ്റ്ലി വരും. രണ്ടാമത്തതാണ് പിയർ പ്രഷർ. കൂടെയുള്ള കുട്ടികൾ നിർബന്ധിച്ചാൽ സ്വാഭാവികമായിട്ടും അഡോളസെൻ്റ് ഏജ് ആണല്ലോ. ഈ പറയുന്ന സബ്സ്റ്റൻസ് അബ്യൂസ് കുട്ടികൾ അഡോളസെൻ്റ് ഏജിലാണോ നിർബന്ധമില്ല, അല്ലാതെ താഴെയുള്ള കുട്ടികളാണെങ്കിൽ പോലും എന്ത് സംഭവിച്ചേക്കാം? ഈ പിയർ പ്രഷർ ഉണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള സബ്സ്റ്റൻസ് അബ്യൂസിലേക്ക് പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനി സ്ട്രോങ് അക്കാഡമിക് സപ്പോർട്ട്. സ്ട്രോങ് ആയ ഒരു അക്കാഡമിക് സപ്പോർട്ട് ഉണ്ടെന്നുള്ളത് കൊണ്ട് സബ്സ്റ്റൻസ് അബ്യൂസിലേക്ക് നയിക്കും എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുമോ? സ്ട്രോങ് അക്കാഡമിക് സപ്പോർട്ട് ഒരിക്കലും സബ്സ്റ്റൻസ് അബ്യൂസിന് വൾണറബിലിറ്റി കൂട്ടുന്ന ഒരു ഫാക്ടർ അല്ല.
മേ ബി അടുത്തതാണ് അക്കാഡമിക് സ്ട്രെസ് റെസ്പോൺസ്. അക്കാഡമിക് സ്ട്രെസ് റെസ്പോൺസ് ആണ് നമുക്ക് അടുത്തതായിട്ട് പറയുന്നത്. ഓക്കെ, അക്കാഡമിക്കലി നല്ല സ്ട്രെസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കുട്ടിയെ ആവശ്യമില്ലാത്ത രീതിയിൽ ഫോഴ്സ് ചെയ്തിരുന്നാൽ സ്ട്രെസ് താങ്ങാൻ പറ്റാതെ കുട്ടി സ്ട്രെസ് റിലീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതെങ്കിലുമൊക്കെ സബ്സ്റ്റൻസുകൾ ഉപയോഗിച്ച് തുടങ്ങിയേക്കാം. ഒരു ചാൻസ് ആണ് അല്ലേ, ഒരു ഫാക്ടറാണ് അല്ലേ സബ്സ്റ്റൻസ് അബ്യൂസിലേക്ക് കുട്ടികൾ വൾണറബിൾ ആകാനുള്ള. സോ അത് നമുക്ക് എന്ത് ചെയ്യാം, ഇൻക്ലൂഡ് ചെയ്യിക്കാനായിട്ട് പറ്റും. ദെൻ അടുത്തതാണ് സ്ട്രോങ് ഫാമിലി സപ്പോർട്ട്. സ്ട്രോങ് ആയ ഒരു ഫാമിലി സപ്പോർട്ട് ഉണ്ട് എന്നുള്ളത് കൊണ്ട് സബ്സ്റ്റൻസ് അബ്യൂസിലേക്ക് കുട്ടി പോകാം എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുമോ? ഒരിക്കലും ഇല്ല. അപ്പോൾ സ്ട്രോങ് ആയിട്ടൊരു ഫാമിലി സപ്പോർട്ട് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും കുട്ടി ഇത്തരം പരിപാടിയിൽ നിന്നൊക്കെ വിട്ടു നിൽക്കാനേ ചാൻസ് ഉള്ളൂ. അപ്പോൾ ഏതൊക്കെയാണ് നമുക്ക് വരുന്നത്? എ വരുന്നുണ്ട്, ബി വരുന്നുണ്ട്, ദെൻ ഡി വരുന്നുണ്ട്. ഇത് മൂന്നുള്ള ഓപ്ഷൻ ഏതാ ഉള്ളത്? ഇതിനകത്ത് എ ഇല്ല, ഇതിൽ എ ഉണ്ട്, ബി ഉണ്ട്, ഡി ഉണ്ട്. അപ്പോൾ ഏതാ വരിക? ബി ആണ് അതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയാം. കിട്ടിയോ? കറക്റ്റായിട്ട് ഇത് ആൻസർ ചെയ്യാനായിട്ട് നമ്മളെ കൊണ്ട് പറ്റിയിട്ടുണ്ടോ? ഓക്കെ, ഉണ്ടെങ്കിൽ വെരി ഗുഡ്. നമുക്ക് സെറ്റാണെങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. സെലക്ട് ദ സ്റ്റേറ്റ്മെന്റ് വിച്ച് ഈസ് സ്യൂട്ടബിൾ ഫോർ എസ്റ്റാബ്ലിഷിംഗ് ദ കൺസെപ്റ്റ് ഓഫ് മോട്ടിവേഷൻ. ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ എക്സാമിന് ആവശ്യത്തിലധികം സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യനുകൾ വരുന്നുണ്ട്. ഇതിൻ്റെ റീസൺ ഇപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. എന്താണ് ഞാൻ ഈ സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ചോദ്യം വരുമെന്ന് പറയുന്നതിൻ്റെ കാര്യം എന്താ? ലൈക്ക് നമുക്കത് ആൻസർ ചെയ്യണമെങ്കിൽ പ്രോപ്പറായ തിയററ്റിക്കൽ നോളജ് ഉണ്ടെങ്കിലേ അത്തരം ചോദ്യങ്ങൾ നമുക്ക് ആൻസർ ചെയ്തെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഒരു തിയററ്റിക്കൽ നോളജ് നമുക്ക് പ്രോപ്പറായിട്ടൊരു കാര്യത്തെപ്പറ്റി അറിയത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ കുറച്ച് കഷ്ടപ്പാടാകും അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം. മോട്ടിവേഷൻ്റെ കൺസെപ്റ്റിനെ പറ്റിയിട്ടുള്ള സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് നമ്മളോട് ചോദിക്കാനായിട്ട് പറയുന്നത്. ഒന്നാമത്തതാണ് എ, ഫീഡ്ബാക്ക് ഓൾവേസ് ഹിൻഡർ മോട്ടിവേഷൻ. ബി, ക്രിയേറ്റിവിറ്റി ഈസ് ദ പ്രൈമറി കോമ്പണൻറ്റ് ഓഫ് മോട്ടിവേഷൻ. സി, മോട്ടിവേഷൻ എൻഹാൻസസ് പെർഫോമൻസ്. ഡി, മോട്ടിവേഷൻ ക്യാൻ ബി ക്രിയേറ്റഡ് only through externally. E, reinforcement increases motivation. അപ്പോൾ ഇതിനകത്ത് ഈ 5 തന്നതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ആണ് സ്യൂട്ടബിൾ ആയിട്ട് മോട്ടിവേഷൻ്റെ ഒരു കൺസെപ്റ്റിൽ നമുക്ക് കൊടുപ്പെടുത്താനായിട്ട് പറ്റുക? വേഗം ഒന്ന് കണ്ടുപിടിച്ച് വേഗം ഒന്ന് ആൻസർ ചെയ്തേക്കോ. ദെൻ അതിനുശേഷം നമുക്ക് ഡിസ്കഷനിലേക്ക് വരാം. ആൻസർ എഴുതി എന്ന് ഞാൻ വിചാരിക്കുന്നു. സോ മോട്ടിവേഷൻ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റിനെ പറ്റിയിട്ട് നമ്മൾ കുറേ അധികം എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്കസ് ചെയ്തെടുത്തിട്ടുണ്ട് അല്ലേ. കുറേ കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻ്റ് ആണ് പറയുന്നത് ഫീഡ്ബാക്ക് ഓൾവേസ് ഹിൻഡർ മോട്ടിവേഷൻ. മോട്ടിവേഷൻ എപ്പോഴും ഹിൻഡർ ചെയ്യുന്ന ഒന്നാണ് മോട്ടിവേഷൻ എന്ന്. ഫീഡ്ബാക്ക് എപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, മോട്ടിവേഷൻ എപ്പോഴും ഹിൻഡർ ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇത് ശരിയാണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുമോ? ഇത് ശരിയാണോ? ഫീഡ്ബാക്ക് എപ്പോഴും മോട്ടിവേഷനെ ഹിൻഡർ ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, എ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് എടുക്കാനായിട്ട് പറ്റില്ല. ഇനി പറയുന്ന മറ്റൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ക്രിയേറ്റിവിറ്റി ഈസ് ദ പ്രൈമറി കമ്പോണൻ്റ് ഓഫ് മോട്ടിവേഷൻ. മോട്ടിവേഷൻ്റെ ഒരു പ്രൈമറി കമ്പോണൻ്റ് ആണോ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത്? മോട്ടിവേഷൻ എവിടെയാണ് ഞാൻ പറഞ്ഞത്, ക്രിയേറ്റിവിറ്റി എവിടെയാണ് പറഞ്ഞു തന്നെ? ക്ലാസ് കേട്ടിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം മോട്ടിവേഷൻ്റെ ഒരു പ്രൈമറി കമ്പോണൻ്റ് ആണ് ക്രിയേറ്റിവിറ്റി എന്നുള്ള കാര്യം നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പറയാൻ പറ്റത്തില്ല. ഇറ്റ്സ് ആക്ച്വലി പൊട്ടത്തരാന്ന് മനസ്സിലാകും. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ദെൻ അടുത്ത ഒരു ഓപ്ഷനാണ് നമുക്ക് വരുന്നത് മോട്ടിവേഷൻ എൻഹാൻസസ് പെർഫോമൻസ്. സംതിങ് ലോജിക്കൽ അല്ലേ. നിങ്ങൾക്ക് ഒരു പെർട്ടിക്കുലർ സെറ്റ് ഓഫ് ആക്ടിവിറ്റി ചെയ്യാൻ, നിങ്ങൾ 2 കിലോമീറ്റർ ഓടാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ ആണ് തരുന്നത് എങ്കിൽ യു മേ ബി ഏബിൾ ടു, നിങ്ങളെ കൊണ്ട് ആ 2 കിലോമീറ്റർ ഒക്കെ ഓടാൻ, നിങ്ങളുടെ പെർഫോമൻസ് എൻഹാൻസ് ചെയ്യിക്കാനായിട്ട് സ്വാഭാവികമായിട്ടും സാധിക്കും. ദാറ്റ് ഈസ് മോട്ടിവേഷൻ എൻഹാൻസസ് പെർഫോമൻസ് ഈസ് റൈറ്റ് ആണ്. അത് ഈ പറഞ്ഞ മോട്ടിവേഷൻ എടുത്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടൈപ്സ് ഓഫ് മോട്ടിവേഷൻ എന്തൊക്കെയാണെന്നുള്ള കാര്യം. അതിനകത്താണ് ഈ ഇൻട്രിൻസിക് മോട്ടിവേഷനും എക്സ്ട്രിൻസിക് മോട്ടിവേഷനും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. മോട്ടിവേഷൻ ഓർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ക്ലാസ് ഒന്ന് കണ്ടു നോക്കിയാൽ മതിയാവും സെറ്റാക്കാൻ. ഓക്കെ, അടുത്തതാണ് മോട്ടിവേഷൻ ക്യാൻ ബി ക്രിയേറ്റഡ് only through internally. എക്സ്റ്റേണലി മാത്രമേ മോട്ടിവേഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന്. അപ്പോൾ തൊട്ട് മുമ്പ് ഞാൻ പറഞ്ഞ ഇൻട്രിൻസിക് മോട്ടിവേഷൻ എന്താ, വേറെ എന്തെങ്കിലും വരുന്നതാണോ? വിത്തിൻ യുവർ സെൽഫ് മോട്ടിവേഷൻ വരുമല്ലോ. സോ മോട്ടിവേഷൻ പുറത്തുനിന്ന് മാത്രമേ വരത്തുള്ളൂ എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. ഇറ്റ്സ് ആക്ച്വലി അബദ്ധമാണ്, മണ്ടത്തരാണ്. ദെൻ
ഈ റീഇൻഫോഴ്സ്മെന്റ് ഇൻക്രീസസ് മോട്ടിവേഷൻ. എന്തെങ്കിലുമൊക്കെ റീഇൻഫോഴ്സ്മെന്റുകൾ, എന്തെങ്കിലും ഗിഫ്റ്റോ കാര്യങ്ങളോ അങ്ങനെയൊക്കെ റീഇൻഫോഴ്സ്മെന്റുകൾ കൊടുത്താൽ അത് മോട്ടിവേഷൻ കൂടും എന്നാണ് എന്ത് ചെയ്യുന്നത്, പറയുന്നത്. അപ്പോൾ അത് ശരിയാണോ? ശരിയാണ്. നമ്മൾ ഒരു പെർട്ടിക്കുലർ കാര്യം ചെയ്തു, നമ്മളൊരു പെർട്ടിക്കുലർ സെറ്റ് ഓഫ് എക്സാമിന് പഠിച്ചു, പാസ്സാകുമ്പോൾ നമുക്കൊരു റീഇൻഫോഴ്സ്മെന്റ് കിട്ടുകയാണ്, ഒരു സമ്മാനം കിട്ടിയാൽ നമ്മൾ പിന്നെയും എന്ത് ചെയ്യും, കൂടുതൽ പഠിക്കാനായിട്ട് ശ്രമിക്കും. ദാറ്റ് ഈസ് റീഇൻഫോഴ്സ്മെന്റ് ഇൻക്രീസസ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. സോ സി ആൻഡ് ഇ ആർ കറക്റ്റ് ആണ്. നമുക്ക് ഇവിടെ നിന്ന് എന്ത് ചെയ്യും കിട്ടും, സിയും കറക്റ്റ് ആണ്, ഇയും കറക്റ്റ് ആണ്. ഇത് വരുന്ന ഓപ്ഷൻ ഇതല്ല, എ അല്ല, ബി അല്ല, ബിക്കകത്ത് എ വരുന്നുണ്ട്, സിയും ഇയും വരുന്നുണ്ട്, സിക്കകത്ത് പക്ഷേ ഡി വരുന്നുണ്ട്, അതുകൊണ്ട് നമുക്കിത് കൂട്ടാൻ പറ്റില്ല. ദെൻ ഡിയിലേക്ക് വരുമ്പോൾ സി ആൻഡ് ഇ ആർ കറക്റ്റ് എന്നുള്ളൊരു സാധനം നമുക്ക് കിട്ടും. സോ നമുക്ക് ഡി ആണ് നമുക്ക് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടിയോ? മോട്ടിവേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റിനെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ കറക്റ്റ് ആക്കാനായിട്ട് സാധിക്കുമായിരുന്നു. ഓക്കെ, അടുത്തത് 18ാമത്തെ ചോദ്യം. അക്കോർഡിംഗ് ടു ദ കൺസെപ്റ്റ് ഓഫ് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ്. സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞ കൺസെപ്റ്റിനെ പറ്റിയിട്ടാണ് ചോദിച്ചത്. ലേണിംഗ് ഈസ് മോസ്റ്റ് എഫക്റ്റീവ് വെൻ, എപ്പോഴാണ്? ZPD എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റിനെ പറ്റിയിട്ട് കേട്ടിട്ടുണ്ടോ? സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ്. ആ കൺസെപ്റ്റ് അനുസരിച്ചിട്ട് ലേണിംഗ് എപ്പോഴാണ് ഏറ്റവും മോസ്റ്റ് എഫക്റ്റീവ് എന്ന് പറയുന്നത്? എ, ദ കണ്ടന്റ് ഈസ് അറ്റ് ദ ലേണേഴ്സ് കറണ്ട് ലെവൽ ഓഫ് എബിലിറ്റി. കണ്ടന്റ് ലേണറിന്റെ, പഠിതാവിന്റെ കറണ്ട് ലെവൽ ഓഫ് എബിലിറ്റിയിലാണെങ്കിൽ ഈ പറയുന്ന ZPD ഏറ്റവും മോസ്റ്റ് എഫക്റ്റീവ് ആണെന്ന് പറയാൻ പറ്റും. കണ്ടന്റ് ഈസ് ടു ഈസി ഫോർ ദ ലേണർ. ആ കണ്ടന്റ്, ആ പഠിക്കേണ്ട കണ്ടന്റ് ഭയങ്കര ഈസി ആണ് എന്നുണ്ടെങ്കിൽ കണ്ടന്റ് ഈസ് ടു ഡിഫിക്കൽട്ട് ഫോർ ദ ലേണർ. കണ്ടന്റ് ഈസ് യുണീക്ക് ആൻഡ് അൺഫെമിലിയർ ടു ദ ലേണർ. ഇവിടെ എവിടെയാണ് ഈ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് ഏറ്റവും എഫക്റ്റീവ് ആകുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക, നിങ്ങൾ ഉത്തരം എഴുതുക, അതിനുശേഷം ഞാൻ ഇങ്ങോട്ടേക്ക് വരാം. എ, ബി, സി, ഡി മാർക്ക് ചെയ്തു. ഏതാണ് ആൻസർ എന്ന് വെച്ചാൽ ഓക്കെ, മാർക്ക് ചെയ്തിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ഇതിലേക്ക്, എൻ്റെ ചോദ്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് എവിടെയായി ZPD കേട്ടേക്കുന്നത്? ആരായി കൺസെപ്റ്റ് കൊണ്ടുവന്നേ? വൈഗോട്സ്കി എന്ന് പറഞ്ഞ ഒരാളെ പറ്റിയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ. വൈഗോട്സ്കി കൊണ്ടുവന്ന ഒരു കൺസെപ്റ്റിൽ പെട്ടതല്ലേ ഈ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ലേണിംഗ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് നടക്കണമെങ്കിൽ വൈഗോട്സ്കി പറഞ്ഞതനുസരിച്ചിട്ട് നമുക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലേ, നമുക്കറിയാത്ത കുറച്ച് കാര്യങ്ങളും ഉണ്ടല്ലേ. ഇതിൻ്റെ ഇടയിലുള്ളൊരു ഗ്യാപ്പാണ് നമുക്ക് എന്തറിയാം ടു നമുക്ക് എന്തറിയില്ല, അല്ലെങ്കിൽ നമ്മളെ ആരെങ്കിലും പഠിപ്പിച്ചു തരേണ്ടത് എന്താണെന്നുള്ളതിൻ്റെ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ZPD അഥവാ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റിൽ ലേണിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഏറ്റവും എഫക്റ്റീവ് ആകണമെന്നുണ്ടെങ്കിൽ എന്തു വേണം? ഈ കണ്ടന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? നമ്മൾ പഠിതാവിൻ്റെ കറണ്ട് ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിങ്, കറണ്ട് ലെവൽ ഓഫ് എബിലിറ്റിക്ക് അടുത്തുണ്ടെങ്കിലാണ് എന്ത് പറ്റുക, ലേണിംഗ് കൂടുതൽ എഫക്റ്റീവ് ആകുക എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാം. ഇനി ഇവിടെ പറയുന്നത് കണ്ടന്റ് ഈസ് ടു ഈസി ഫോർ ദ ലേണർ. എന്നാൽ പിന്നെ തന്നെ പഠിച്ചാൽ പോരെ? അവിടെ ഒരു ZPD പറയുന്ന ഡെവലപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. കണ്ടന്റ് ഈസ് ടു ഡിഫിക്കൽട്ട് ടു ദ ലേണർ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന അൺനോൺ ആയിട്ടുള്ള ഒരാൾ എന്ത് ചെയ്യണം, പഠിപ്പിച്ചു കൊടുക്കേണ്ടതായിട്ട് വരും അല്ലേ. ഇനി ഡി ആണ്, കണ്ടന്റ് ഈസ് യുണീക്ക് ആൻഡ് അൺഫെമിലിയർ. കണ്ടന്റ് യുണീക്കും ആണ് അൺഫെമിലിയർ ആണെന്നുണ്ടെങ്കിൽ, നമുക്ക് തീരെ യുണീക്കായ അൺഫെമിലിയർ ആയ ഒരു കണ്ടന്റ് ആണെങ്കിൽ നമ്മൾ അതിൽ ഒരുപാട് ടൈം ഇൻവെസ്റ്റ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുമോ? നടക്കുമോ? അത് ഇല്ല. അപ്പോൾ ഈ പറയുന്ന ZPDയിൽ ലേണിംഗ് ഏറ്റവും എഫക്റ്റീവ് ആകുന്നത് എപ്പോഴാണ്? ലേണറിൻ്റെ കറണ്ട് ലെവൽ ഓഫ് എബിലിറ്റിയിൽ കണ്ടന്റ് ഉള്ളപ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ഈ പറയുന്ന ലേണിംഗ് മോസ്റ്റ്ലി എഫക്റ്റീവ് ആകുക എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? തെറ്റല്ലേ? അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മളുടെ സിലബസിൽ ആക്ച്വലി കുറച്ച് ആൾക്കാരുടെ പേര് എഴുതി വെച്ചിട്ട് ഇമ്പോർട്ടൻ്റ് ആണെന്ന് തന്നിട്ടുണ്ട്. ജെറോമസ് ബ്രൂണർ ഉണ്ട്, ഈ പറയുന്ന വൈഗോട്സ്കി ഉണ്ട്, എറിക് എറിക്സൺ ഉണ്ട്, സിഗ്മണ്ട് ഫ്രോയിഡ് ഉണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ കോൺസെപ്റ്റുകൾ ചോദ്യം ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റൂല, വിട്ടുകളയാൻ പറ്റൂല. വിട്ടുകളഞ്ഞാൽ നഷ്ടം ആർക്കാണ്? നമുക്ക് മാത്രം അല്ലേ. സോ അതുകൊണ്ട് എന്ത് വേണം, പോയിട്ട് ഈ പറയുന്ന ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരം കിട്ടുന്നില്ലെങ്കിൽ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അല്ലെങ്കിൽ നമുക്ക് എക്സാം ക്ലിയർ ആകത്തില്ല എന്നും അതിനർത്ഥമില്ല. മറിച്ച് പോയിട്ട് ആ ക്ലാസ്സുകളൊക്കെ കണ്ടു നോക്കിയാൽ മതി, നമുക്ക് കറക്റ്റായിട്ട് എന്ത് കിട്ടും, ഉത്തരം വഴിയേ കിട്ടിക്കോളും. ഓക്കെ, ഗുഡ്. അടുത്തത്
പ്രൈമറി പർപ്പസ് ഓഫ് ഡിഫൻസ് മെക്കാനിസം. ഡിഫൻസ് മെക്കാനിസത്തിൻ്റെ പ്രൈമറി പർപ്പസ് എന്താണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. എ, ടു എൻഹാൻസ് ഇമോഷണൽ എക്സ്പ്രഷൻ. ബി, ടു റിഡ്യൂസ് ആങ്സൈറ്റി ആൻഡ് സേവ് ദ ഫേസ്. സി, ടു എസ്കേപ്പ് ഫ്രം റിയാലിറ്റി. ഡി, ടു മേക്ക് അതേഴ്സ് ഇൻ ഡിസ്ട്രസ്. എന്താണ് ഡിഫൻസ് മെക്കാനിസം അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെൻറ്റ് മെക്കാനിസം എന്ന് നമ്മൾ വിളിക്കുന്ന ഈ ഒരു മെക്കാനിസത്തിൻ്റെ പ്രൈമറി പർപ്പസ് എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. ആദ്യം നിങ്ങൾ എ ആണോ ബി ആണോ സി ആണോ ഡി ആണോ ആൻസർ മാർക്ക് ചെയ്യേ. ദെൻ അതിന് ശേഷം നമുക്ക് ഇങ്ങോട്ടേക്ക് തിരിച്ചു വരാം. ഓക്കെ, മാർക്ക് ചെയ്തെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എവിടെയായി ഡിഫൻസ് മെക്കാനിസം പഠിച്ചേ? ഡിഫൻസ് മെക്കാനിസം എവിടെയാണ് പഠിച്ചതെന്ന് ഓർക്കുന്നുണ്ടോ? സിഗ്മണ്ട് ഫ്രോയിഡിനെയൊക്കെ പറഞ്ഞൊരു സ്ഥലം ഓർമ്മയുണ്ടോ? അവിടെ സൈക്കോ അനലിറ്റിക് തിയറി പഠിച്ച സമയത്ത് നമ്മൾ ഈ പറയുന്ന ഡിഫൻസ് മെക്കാനിസത്തെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തിനാണ് ഈ ഡിഫൻസ് മെക്കാനിസം? നമ്മൾ ഡെയിലി കാണിക്കുന്ന കുറേയധികം പരിപാടികളാണ് ഈ ഡിഫൻസ് മെക്കാനിസത്തിൽ പറയുന്നത് അല്ലേ? അതിൽ പെട്ട ഡിഫൻസ് മെക്കാനിസത്തിൻ്റെ പ്രധാന പർപ്പസ് എന്താണ്? ഇമോഷണൽ എക്സ്പ്രഷൻ എൻഹാൻസ് ചെയ്യാനാണോ ഡിഫൻസ് മെക്കാനിസം? ആണോ? അതിൻ്റെ ആവശ്യമുണ്ടോ? ഏതൊക്കെയാണ് ഡിഫൻസ് മെക്കാനിസം? കുറേ ഡിഫൻസ് മെക്കാനിസം ഞാൻ ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. റാഷണലൈസേഷൻ ഉണ്ട്, റിപ്രഷൻ ഉണ്ട്, റാഷണലൈസേഷൻ ഉണ്ട്, അതേപോലെ തന്നെ റിയാക്ഷൻ ഫോർമേഷൻ ഉണ്ട്, പ്രൊജക്ഷൻ ഉണ്ട്. അങ്ങനെ കുറേ ഡിഫൻസ് മെക്കാനിസങ്ങൾ പറഞ്ഞത് ഈ പറയുന്ന ഇമോഷണൽ എക്സ്പ്രഷൻ എൻഹാൻസ് ചെയ്യിക്കാനായിരുന്നോ? അല്ല, മറിച്ച് പിന്നെന്തിനാ? ടു റിഡ്യൂസ് ആൻസൈറ്റി ആൻഡ് സേവ് ദ ഫേസ്. നമ്മളുടെ ആൻസൈറ്റി കുറയ്ക്കാനും നമുക്ക് നമ്മുടെ മുഖം രക്ഷപ്പെടുത്താനും. ആണോ? ഒരു ഡൗട്ട് അടിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട് അല്ലേ? ടു എസ്കേപ്പ് ഫ്രം റിയാലിറ്റി. റിയാലിറ്റിയിൽ നിന്ന് എസ്കേപ്പ് ആകാനാണ് ഡിഫൻസ് മെക്കാനിസം. റിയാലിറ്റിയിൽ നിന്ന് എസ്കേപ്പ് ആകാൻ ഡിഫൻസ് മെക്കാനിസത്തിൻ്റെ ആവശ്യമുണ്ടോ? ഉണ്ടെന്ന് നമുക്ക് തോന്നുന്നില്ല അല്ലേ? ടു മേക്ക് അതേഴ്സ് ഇൻ ഡിസ്ട്രസ്. മറ്റുള്ളവരെ ഡിസ്ട്രസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഡിഫൻസ് മെക്കാനിസം അല്ലേ? നമുക്ക് നോളജ് ഇല്ല എന്ന് വിചാരിക്കുക. നമ്മൾ പ്രോപ്പർലി സബ്ജക്റ്റ് തിയറി അറിയാതെയാണ് എക്സാമിന് പോകുന്നതെങ്കിൽ ഡിഫൻസിൽ എന്ന് വെച്ചാൽ എന്താ ചെയ്യുക? എന്തൊക്കെയോ പ്രതിരോധിക്കുക. സാധാരണ ഡിഫൻസിൽ എന്താ ചെയ്യുക? മറ്റുള്ള ആൾക്കാരെ അല്ലെങ്കിൽ നമ്മുടെ ശത്രുക്കളെ ഡിസ്ട്രസ്സിലാക്കുക എന്നുള്ളതാണ് ഡിഫൻസിൻ്റെ പർപ്പസ് എന്ന് വിചാരിച്ചിട്ട് കൊണ്ട് ഡി മാർക്ക് ചെയ്താൽ ഒന്നുമില്ല, മുട്ട കിട്ടും അല്ലേ? ഇവിടുത്തെ ഡിഫൻസ് മെക്കാനിസം എന്നിട്ട് പർപ്പസ് എന്താണ്? നമ്മുടെ മുഖം രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട്, നമ്മുടെ ആൻസൈറ്റി റിഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കാണിക്കുന്ന പല ബിഹേവിയറിലും ഈ പറയുന്ന ഡിഫൻസ് മെക്കാനിസം നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. സോ ദ ഓപ്ഷൻ ഈസ് ബി, ടു റെഡ്യൂസ് ആൻസൈറ്റി ആൻഡ് സേവ് ദ ഫേസ് എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? ഗുഡ്. അടുത്തൊരു ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. അക്കോർഡിംഗ് ടു ജെസ്റ്റാൾട്ട് സൈക്കോളജിസ്റ്റ്, കൺസെപ്റ്റ് ഓഫ് ക്ലോഷർ മീൻസ്. ജെസ്റ്റാൾട്ടിസം അല്ലെ, സൈക്കോളജിയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് ജെസ്റ്റാൾട്ടിസം എന്ന് പറയുന്നത്. അവിടെ ക്ലോഷർ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഒബ്ജക്ട്സ് മൂവിങ് ഇൻ സെയിം ഡയറക്ഷൻ ആർ പെർസീവ്ഡ് ആസ് എ ഗ്രൂപ്പ്. ബി, ഒബ്ജക്ട് വിത്ത് എ കോമൺ ബാക്ക്ഗ്രൗണ്ട് ഈസ് പെർസീവ്ഡ് ആസ് എ ഗ്രൂപ്പ് ടു ഫിൽ ഇൻ മിസ്സിംഗ് പാർട്സ് ടു പെർസീവ് കംപ്ലീറ്റ് ഫോംസ്. സിമിലർ ഐറ്റംസ് ആർ പെർസീവ്ഡ് ടുഗദർ. ഇതിലേതാണ് ജെസ്റ്റാൾട്ടിസം? എ, ബി, സി, ഡി. വേഗം ഏതാണെന്ന് വെച്ചാൽ ആൻസർ ഒന്ന് മാർക്ക് ചെയ്തേ. വേഗമാട്ടെ. ഓക്കെ, ആൻസർ മാർക്ക് ചെയ്തിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു അല്ലെ? എന്താ ജെസ്റ്റാൾട്ടിസത്തിന്റെ ബേസിക് കൺസെപ്റ്റ് എന്തായിരുന്നു? എന്താണെന്ന് ഓർമ്മയുണ്ടോ? നമ്മളൊരു ഒരു പടമൊക്കെ വെച്ചിട്ട് പറയുക. എന്താണ് ജെസ്റ്റാൾട്ടിസത്തിൽ കാണിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്? ഹോൾ ഈസ് ദ സം ഓഫ് ഇറ്റ്സ് പാർട്സ് എന്നല്ലേ ജെസ്റ്റാൾട്ടിസത്തിൽ പറഞ്ഞിരിക്കുന്നത്? നമ്മൾ ഹോൾ എന്ന് പറയുന്നത് എന്താണ്? സം ഓഫ് ഇറ്റ്സ് പാർട്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ജെസ്റ്റാൾട്ടിസത്തിൽ ഒബ്ജക്ട്സ് മൂവിങ് ഇൻ സെയിം ഡയറക്ഷൻ ആർ പെർസീവ്ഡ് ആസ് എ ഗ്രൂപ്പ്. അതാണോ ഈ പറയുന്ന ക്ലോഷർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം? ക്ലോഷർ എന്ന് പറയുന്ന കാര്യം ഒരേ ഡയറക്ഷനിൽ പോകുന്നതിന് ഒരു ഗ്രൂപ്പായിട്ട് കാണുന്നതിന് ക്ലോഷർ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, അതിനെങ്ങനെ പറയാൻ പറ്റത്തില്ല. ഒബ്ജക്ട് വിത്ത് എ കോമൺ ബാക്ക്ഗ്രൗണ്ട് ഈസ് പെർസീവ്ഡ് ആസ് എ ഗ്രൂപ്പ്. ഒരേ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒബ്ജക്റ്റുകളെ ഒരു ഗ്രൂപ്പായിട്ട് കാണുന്നതിനെ ക്ലോഷർ എന്ന് പറയാൻ പറ്റുമോ? ടു ഫിൽ ഇൻ മിസ്സിംഗ് പാർട്സ് ടു പെർസീവ് കംപ്ലീറ്റ് ഫോംസ്. ഫോർ എക്സാമ്പിൾ, ഞാനിവിടെ ഒരു സ്ക്വയർ വരയ്ക്കുകയാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കുകയാണെന്ന് വിചാരിക്കുക. ഞാൻ ഇങ്ങനെ വരച്ചിട്ടുള്ളൂ. നിങ്ങൾ ഇതിനെ പെർസീവ് ചെയ്യുന്നത് എന്തായിട്ടാണ്? ഒരു റെക്റ്റാങ്കിൾ ആയിട്ടാണ് പെർസീവ് ചെയ്യുന്നത്. ഇനി ഞാൻ ഇത്രയും വരച്ചു വെച്ചു. നിങ്ങളിത് എന്തായിട്ട് കാണും? ഒരു സർക്കിളായിട്ട് കാണും. ഞാൻ ഈ സർക്കിൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഇനി ഞാൻ ഇത്രയും വരച്ചു വെച്ചാൽ നിങ്ങൾ ഇതൊരു ട്രയാങ്കിൾ ആയിട്ട് കാണും. ഞാനിത് കംപ്ലീറ്റ് ട്രയാങ്കിൾ ആക്കിയിട്ടുണ്ടോ? ഇല്ല. സോ ഇത്രയും ചെയ്യുമ്പോഴും നിങ്ങൾ ഇതൊരു കംപ്ലീറ്റ് ഫോം ആയിട്ട് പെർസീവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ പേരാണ് എന്തെന്ന്?
ക്ലോഷർ എന്ന്. ഇവൻ ദോ ഞാൻ ഈ പറയുന്ന ഇമേജസ് ഒന്നും കംപ്ലീറ്റ് ചെയ്യാനെന്നൊക്കെ പോലും നിങ്ങളത് കംപ്ലീറ്റഡ് ഇമേജ് ആണ് എന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതാണ് ജസ്റ്റാൾട്ടീവ് സൈക്കോളജിസ്റ്റ് പറഞ്ഞ ക്ലോഷർ എന്ന് പറയുന്ന കാര്യം എന്ന് പറയുന്നത്. അടുത്തതായിട്ട് പറഞ്ഞ മറ്റൊരു കൺസെപ്റ്റാണ് താഴെ, സിമിലർ ഐറ്റംസ് ആർ പെർസീവ്ഡ് ടുഗദർ. അല്ല, അതുമല്ല. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? സി ആണ്. ക്ലോഷർ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്ന കാര്യം എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ ജസ്റ്റാൾട്ട് സൈക്കോളജിസ്റ്റിനെ പറ്റി ചോദിച്ചിരിക്കുന്നത്? അപ്പോൾ ഈ പറയുന്ന എയും ബിയും ഡിയുടെയും പേരുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് പ്രോപ്പറായിട്ട് മനസ്സിലാക്കി വെക്കണം. കാരണം മേ ബി അടുത്ത തവണ എക്സാമിന് ഇതിൻ്റെ വേറൊരു ടൈപ്പ് ഓഫ് ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ നമുക്ക് കാണാറുള്ളതുകൊണ്ടാണ് അങ്ങനെ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത്. അത്രയും ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? ഗുഡ്. അടുത്തൊരു ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. 21st, select the components of creativity suggested by Guilford. Okay, good. ഗിൽഫോർഡ് പറഞ്ഞ ക്രിയേറ്റിവിറ്റിയുടെ കോമ്പണൻസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യത്തെ ഓപ്ഷൻ എ, അനാലിസിസ്, സിന്തസിസ് ആൻഡ് ഇവാലുവേഷൻ. ബി, പ്രിപ്പറേഷൻ, ഇൻക്യുബേഷൻ ആൻഡ് ഇലിമിനേഷൻ. സി, ഫ്ലുവൻസി, ഫ്ലെക്സിബിലിറ്റി ആൻഡ് ഒറിജിനാലിറ്റി. ഡി, ഇൻ്റലിജൻസ്, കൺവേർജൻറ്റ് തിങ്കിങ് ആൻഡ് നോവൽ തോട്ട്സ്. ഏതാണ് ഗിൽഫോർഡ് പറഞ്ഞ ക്രിയേറ്റിവിറ്റിയുടെ കോമ്പണൻസ് എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. വേഗം ആൻസർ ഏതാന്ന് വെച്ചാൽ നോട്ട് ചെയ്തു. എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? ആൻസർ കിട്ടി കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. ക്രിയേറ്റിവിറ്റി നമ്മൾ പറഞ്ഞ സമയത്ത് ഡിഫറെൻ്റ് ആയിട്ടുള്ള തിയറിസ്റ്റുകൾ അപ്രോച്ചസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അവിടെ ഗിൽഫോർഡിൻ്റെ നോക്കിക്കേ, ഈ പ്രിപ്പറേഷൻ, ഇൻക്യുബേഷൻ, എലിമിനേഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൺഫ്യൂഷൻ ആകാൻ പോവുകയാണെ, ഇതാണോ, ദെൻ ഫ്ലുവൻസി, ഫ്ലെക്സിബിലിറ്റി ആൻഡ് ഒറിജിനാലിറ്റി, ഇതാണോ വരുന്നത്? അപ്പോൾ ക്രിയേറ്റിവിറ്റി നമ്മൾ പഠിച്ചിട്ടൊക്കെ ഉണ്ട്, ക്രിയേറ്റിവിറ്റി ക്ലാസ്സിൽ കേട്ടിട്ടുണ്ട്. ആരുടെ കൺസെപ്റ്റിൽ ഏതൊക്കെയാണ് അതിൻ്റെ സബ് കമ്പോണൻസ് എന്ന് അറിഞ്ഞാലല്ലേ പ്രോപ്പറായിട്ട് ആൻസർ കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഗിൽഫോർഡിൻ്റെ കോമ്പണൻ്റ് ഏതാണെന്നുള്ള കാര്യമാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് കൃത്യമായിട്ട് അറിയാമെങ്കിൽ നമുക്ക് കിട്ടും. ഫ്ലുവൻസി, ഫ്ലെക്സിബിലിറ്റി ആൻഡ് ഒറിജിനാലിറ്റി ആണ് ആര് കൊണ്ടിരിക്കുന്ന ക്രിയേറ്റിവിറ്റിയിൽ, ഗിൽഫോർഡ് പറഞ്ഞിരിക്കുന്ന ക്രിയേറ്റിവിറ്റിയിൽ പറഞ്ഞിരിക്കുന്ന അതിൻ്റെ കോമ്പണൻസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഫ്ലുവൻസി, ഫ്ലെക്സിബിലിറ്റി ആൻഡ് ഒറിജിനാലിറ്റി ആണ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, സെറ്റല്ലേ? ഗുഡ്. അടുത്തൊരു ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ദ ടേം യൂസ്ഡ് ഫോർ ദ പ്രോസസ് ഓഫ് റീസ്ട്രക്ചറിങ് ഓർ മോഡിഫൈയിങ് എക്സിസ്റ്റിംഗ് ബ്ലോക്ക് ഓഫ് നോളജ് ടു ഇൻകോർപ്പറേറ്റ് എ ന്യൂ ഇൻഫർമേഷൻ. ഒരു പുതിയൊരു ന്യൂ ഇൻഫർമേഷനിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സിസ്റ്റിംഗ് ബ്ലോക്ക് ഓഫ് നോളജിനെ റീസ്ട്രക്ചർ ചെയ്യുന്നതിൻ്റെ പേരെന്ത്? അസിമിലേഷൻ ആണോ, അക്കോമഡേഷൻ ആണോ, ഇക്വിലിബ്രേഷൻ, ഡി സ്കീമ? എന്താണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. വേഗം ഉത്തരം എഴുതിക്കോ. എ, ബി, സി, ഡി. ഓക്കെ, വേഗമാട്ടെ. ആൻസർ കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏതാണ് നമുക്ക് നോക്കാം. ആദ്യം ഇത് എവിടെ പറഞ്ഞേക്കുന്നതെന്ന് ആദ്യം നമുക്കൊരു ധാരണ കിട്ടണമല്ലോ. ഈ പറയുന്ന കാര്യം നമ്മൾ സ്കീമയെ പറ്റിയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? സ്കീമ സാർ എന്താന്നാ പറഞ്ഞത്? മെന്റൽ ഫ്രെയിം വർക്ക്സ് ആണ് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ഈ ഫ്രെയിം വർക്കുകളെ പറ്റിയിട്ടാണ് നമ്മൾ പറഞ്ഞത്. ഇവിടെ കുറേ ഇൻഫർമേഷൻസ് അസിമിലേറ്റ് ചെയ്യുന്ന കാര്യം, അക്കോമഡേറ്റ് ചെയ്യുന്നതും ഇക്വിലിബ്രേഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ കൺസെപ്റ്റുകളെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ അവിടെ നമ്മൾ പറഞ്ഞൊരു കാര്യമാണ് നമ്മളുടെ സ്കീമ. ഇതൊരു സ്കീമയാണ് എന്ന് വിചാരിക്കുക, ഒരു മെൻ്റൽ ഫ്രെയിം വർക്കാണ്, ഒരു ബ്ലോക്കാണെന്ന് വിചാരിക്കുക. ഇവിടേക്ക് ഒരു പുതിയ സെറ്റ് ഓഫ് ഇൻഫർമേഷനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ സ്കീമയെ നമ്മൾ റീസ്ട്രക്ചർ ചെയ്തെടുത്തു കഴിഞ്ഞാൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത് എന്ന്? അക്കോമഡേഷൻ എന്ന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അസിമിലേറ്റ് ചെയ്യുക എന്താണെന്നാ പറഞ്ഞത്? ഒരു സെറ്റ് ഓഫ് ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ സ്പോഞ്ച് വെള്ളത്തിലിടുന്നത് പോലെ വലിച്ചെടുത്താൽ അത് അസിമിലേഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ എക്സിസ്റ്റിംഗ് സ്കീമയെ പുതിയ ഇൻഫർമേഷന് വേണ്ടിയിട്ട് ഈ സ്ക്വയറിനെ ഞാൻ ഇങ്ങനെ ആക്കിയതുപോലെ ചേഞ്ച് ചെയ്യിക്കണമെങ്കിൽ അവരെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? അക്കോമഡേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത് നമ്മൾ ക്ലാസ്സിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്തെടുത്തെന്ന് വന്ന മറ്റൊരു ചോദ്യമാണ്. ഓക്കെ, അടുത്തൊരു ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. Select the combination of statement that favorably affects positive teacher-student relationship. പോസിറ്റീവ് ആയ ഒരു ടീച്ചർ സ്റ്റുഡൻറ് റിലേഷൻഷിപ്പിനെ അഫക്റ്റ് ചെയ്യുന്ന കോമ്പിനേഷൻ സെലക്ട് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. എ, അവോയ്ഡ് പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ വിത്ത് സ്റ്റുഡൻസ്. ബി, മെയിൻറ്റെയിൻ ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ വിത്ത് സ്റ്റുഡൻറ്റ്. സി, ഡോണ്ട് ഇൻ്റർഫിയർ പേഴ്സണൽ മാറ്റേഴ്സ് ഓഫ് സ്റ്റുഡൻറ്റ്.
ഡി എൻകറേജ് ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ട്രസ്റ്റ് വിത്ത് സ്റ്റുഡൻറ്റ്, ഈ കമ്പയർ സ്റ്റുഡൻറ്റ് വിത്ത് അതർ സ്റ്റുഡൻറ്റ്സ്. ഇതിനകത്തുനിന്ന് ഏതൊക്കെയാണ് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള കോമ്പിനേഷനിൽ വരുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ബി ആൻഡ് ഡി ഉള്ളി. ഓപ്ഷൻ ബി ആൻഡ് ഡി ഉള്ളി. ഓപ്ഷൻ സി ബി ഡി ആൻഡ് ഡി ഉള്ളി. ഓപ്ഷൻ ഡി ബി സി ആൻഡ് ഡി ഉള്ളി. അപ്പോൾ വേഗം ഇതിൻ്റെ ആൻസർ ഒന്ന് നോക്കിയിട്ടൊന്ന് പറഞ്ഞേ. കിട്ടിയോ? കിട്ടിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഈ ഓപ്ഷൻസ് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എല്ലാത്തിനകത്തും ബി ഉണ്ട്. അപ്പോൾ ഇനി ബി വെച്ചിട്ട് ഉത്തരം കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞൊരു പരിപാടി നടക്കത്തില്ല. അപ്പോൾ നമുക്ക് ആദ്യം എ തൊട്ട് തുടങ്ങാം. എയിൽ എന്താണ് പറയുന്നത്? അവോയ്ഡ് പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ വിത്ത് സ്റ്റുഡൻസ്. ഒരു പോസിറ്റീവായ ടീച്ചർ സ്റ്റുഡൻറ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മളോട് പറയുന്നത് പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ കുട്ടികളുമായിട്ട് പാടില്ല, അത് അവോയ്ഡ് ചെയ്യണമെന്നാണ്. അങ്ങനെ ഒരു പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ അവോയ്ഡ് ചെയ്താൽ ഒരു പോസിറ്റീവായ ടീച്ചർ സ്റ്റുഡൻറ് റിലേഷൻഷിപ്പ് ഉണ്ടാകുമോ? ഉണ്ടാകത്തില്ല. അത് നമുക്കറിയാം. സോ നമുക്ക് എന്ത് ചെയ്യാം? വെട്ടാം, അല്ലേ? അപ്പോൾ രണ്ടാമതുണ്ട് മെയിൻറ്റെയിൻ ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ വിത്ത് സ്റ്റുഡൻസ്, അത് നമുക്കുണ്ട് എന്നുള്ളതായിരുന്നു നമുക്കറിയാം. മൂന്നാമത്തത് ഡു നോട്ട് ഇൻ്റർഫിയർ പേഴ്സണൽ മാറ്റേഴ്സ് ഓഫ് സ്റ്റുഡൻസ്. കുട്ടികളുടെ പേഴ്സണൽ ആയിട്ടുള്ള മാറ്ററിലേക്ക് ഇടപെടരുത് എന്നാണ് പറയുന്നത്. ഒരു പോസിറ്റീവായ ടീച്ചർ സ്റ്റുഡൻറ് റിലേഷൻഷിപ്പ് ആണെങ്കിൽ ബെറ്റർ അല്ലേ ഒരാളുടെ പേഴ്സണൽ ആയിട്ടുള്ള മാറ്ററിൽ പോയി ഇടപെടാതിരിക്കുക എന്നുള്ളത്? അങ്ങനെ നമുക്കത് ശരിയായിട്ട് പറയാനായിട്ട് പറ്റുമോ? കുട്ടികൾക്കൊരു പേഴ്സണൽ മാറ്റർ ഉണ്ട് എന്ന് വിചാരിക്കുക. ഓക്കെ, അവരൊരു പ്രശ്നം ഫേസ് ചെയ്യുന്നു, അവർക്ക് വളരെ പേഴ്സണലായ ഒരു പ്രശ്നമാണ്, മേ ബി ഒരു അബ്യൂസ് പ്രശ്നമാണ്. ടീച്ചർ അത് ഇടപെടാതിരുന്നാൽ അത് ഗുണമാകുമോ ദോഷമാകുമോ? അപ്പോൾ അത് നമുക്ക് പോസിറ്റീവായ ടീച്ചർ സ്റ്റുഡൻറ് റിലേഷൻഷിപ്പിൽ കൂട്ടാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അതും വിട്ടാം. ദെൻ അടുത്തതാണ് എൻകറേജ് ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ട്രസ്റ്റ് വിത്ത് സ്റ്റുഡൻസ്. വേണ്ടേ? കുട്ടികളുമായിട്ട് ട്രസ്റ്റ് ഡെവലപ്പ് ചെയ്യുകയും ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ നമുക്ക് നടത്താൻ സാധിക്കണം. ഇനി അടുത്തെന്ന് പറയുന്നത് കമ്പയർ സ്റ്റുഡൻറ് വിത്ത് അതർ സ്റ്റുഡൻസ്. കുട്ടിയെ മറ്റു കുട്ടികളുമായി കമ്പയർ ചെയ്യണമെന്ന്. നിങ്ങൾക്കോ എനിക്ക് ഇഷ്ടമുള്ള ഒരു പരിപാടിയാണോ നമ്മളെ മറ്റൊരാൾ വെച്ചിട്ട് കമ്പയർ ചെയ്യുന്നത്? ഒരിക്കലും നമുക്ക് ഇഷ്ടമല്ല. അപ്പോൾ അതൊരു പോസിറ്റീവായ ടീച്ചർ സ്റ്റുഡൻറ് റിലേഷൻഷിപ്പിൽ നല്ലതാണെന്ന് പറയാൻ പറ്റുമോ? എന്തില്ല, പറയാൻ പറ്റത്തില്ല. സോ അപ്പോൾ അതിൻ്റെ ആൻസർ ഏതാണ് വരിക? ബിയും വരണം ഡിയും വരണം. ഇപ്പോൾ ഇവിടെ എ വരുന്നതുകൊണ്ട് പറ്റില്ല. യെസ്, ബി വരാം. സോ ബിയും ഡിയും വരുന്നു എന്നുള്ളതുകൊണ്ട് നമുക്ക് ഓപ്ഷൻ ബി കറക്റ്റായിട്ട് എടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, പിന്നെ നോക്കിക്കേ, ഈ പറയുന്ന ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾ കണ്ടോ? ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് നമ്മളുടേതായ ഒരു ലോജിക്സിലൊക്കെ നിന്നിട്ട് എഴുതാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ നിന്ന് ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത്. അടുത്തൊരു ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. Select the organization which focuses on empowering persons with disability. PWD ആൾക്കാരെ എംപവർ ചെയ്യുന്ന കാര്യമാണ് ത്രൂ സ്കിൽ ഡെവലപ്മെന്റ് ആൻഡ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ്. നോക്കിക്കേ, PWDയെ പറ്റിയിട്ട് വീണ്ടും ചോദ്യങ്ങൾ വരുന്നത് കണ്ടോ? PWD നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ സെയിം ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇപ്പോൾ ഈ PWDസിനെ പറ്റിയിട്ട് ചോദിക്കുന്നത്. അപ്പോൾ അവരുടെ സ്കിൽ ഡെവലപ്മെൻറ്റിനും എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസിനും വേണ്ടി വർക്ക് ചെയ്യുന്ന ഓർഗനൈസേഷൻ ഏതാണ്, സംഘടന ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യം പറഞ്ഞിരിക്കുന്നത് NIT നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, രണ്ടാമത് പറഞ്ഞത് NIPID നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എംപവർമെൻറ്റ് ഓഫ് പേഴ്സൺ വിത്ത് ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റീസ്, and C, National Agency for Skill Development for Disabled, NASDD. Then last thing is National Skill Development Corporation, NSDC. ഇതിലേത് ഓർഗനൈസേഷനാണ് PWD ആൾക്കാരുടെ സ്കിൽ ഡെവലപ്മെൻറ്റിനും എംപ്ലോയ്മെൻറ്റിനും വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നത്? പെട്ടെന്ന് ഉത്തരം ടൈപ്പ് ചെയ്ത് എഴുതിക്കേ. ഓക്കെ, കിട്ടിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഏതാണ്? NSDC ആണ് ഈ പറയുന്ന PWDയിലുള്ള ആൾക്കാരുടെ സ്കില്ലിന് വേണ്ടിയിട്ട്, നാഷണൽ സ്കിൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ആണ് അവരുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനും എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസിനും വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് 25ാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. Select the brain region which is crucial for emotional processing that undergoes significant development during adolescence. അഡോളസെൻ്റ് സമയത്ത് സിഗ്നിഫിക്കൻ്റ് ആയ ഡെവലപ്മെൻറ്റിൽ വിധേയമാകുന്ന ഇമോഷണൽ പ്രോസസ്സിംഗ് നടക്കുന്ന ബ്രെയിൻ്റെ റീജിയൺ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എ ഹിപ്പോക്യാമ്പസ്, ബി സെറിബെല്ലം, സി അമിഗ്ഡാല, ഡി ഫ്രണ്ടൽ കോർട്ടെക്സ്. ഇതിലേത് ബ്രെയിൻ്റെ പോർഷനാണ് ഇമോഷണൽ പ്രോസസ്സിങ്ങുമായി കണക്ട് ചെയ്തിരിക്കുന്നത്? പെട്ടെന്ന് ആൻസർ ഒന്ന് അറിയിക്കോ. ഓക്കെ,
ഇമോഷണൽ പ്രോസസ്സിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓർഗൻ ഏതാണെന്ന് ചോദിച്ചാൽ കണ്ണും പൂട്ടി നമുക്ക് എഴുതാൻ പറ്റണം, അത് അമിഗ്ഡാലയാണെന്നുള്ള കാര്യം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റണം. സോ ഈ പറയുന്ന അമിഗ്ഡാലയിലാണ് കാര്യമായ ഒരു ഡെവലപ്മെൻറ്റ് ഏത് സ്റ്റേജിൽ നടക്കുക, അഡോളസെൻ്റ് ഏജിൽ നടക്കുക എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഓരോ ബ്രെയിനിൻ്റെ പാർട്സും, അത് ഹിപ്പോ ക്യാമ്പസ് ആണെങ്കിലും സെറിബെല്ലം ആണെങ്കിലും ഫ്രോണ്ടൽ കോർട്ടക്സ് ആണെങ്കിലും അതിൻ്റെയൊക്കെ ആക്ടിവിറ്റീസ്, അതിൻ്റെയൊക്കെ പർപ്പസ് എന്താണ് എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യണം, പ്രോപ്പറായിട്ട് മനസ്സിലാക്കി വെക്കണം. അതിൻ്റെ ഫങ്ഷൻസ് നമ്മൾ എന്ത് ചെയ്യണം എന്ന് എഴുതി പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. മേ ബി ഇവിടുന്ന് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യാനുള്ളൊരു ചാൻസും ഉണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ, ഗുഡ്.